Good morning, everyone. Welcome to Attendant Malayalam channel. And Rintu Sebastian. Welcome to the Hindu editorial analysis of 31st March 2023. അപ്പോൾ അങ്ങനെ നമ്മുടെ മുമ്പിൽ അടുത്തൊരു മാസത്തോടെ കടന്നു പോവുകയാണ് അല്ലേ. ഇന്ന് മാർച്ച് മാസം അവസാനിക്കുകയാണ്. എന്നിട്ട് നമ്മൾ പുതിയൊരു മാസത്തിലോട്ട് ഏപ്രിൽ മാസത്തിലോട്ട് പോകണം. ഏപ്രിൽ മാസം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ CGLന്റെ നോട്ടിഫിക്കേഷൻ ആദ്യ ആഴ്ച ഏപ്രിൽ 1st 2nd തന്നെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഏപ്രിൽ മാസത്തിൽ മാത്രമാണ് നമുക്ക് എന്താ പറയുക ഒന്ന് റിലാക്സ് ചെയ്യാനൊരു സമയം കിട്ടുക. നോട്ടിഫിക്കേഷൻ ഉണ്ട്, ആപ്ലിക്കേഷൻ ഡേറ്റുകളൊക്കെ ഉള്ള സമയമാണ്. പക്ഷേ നമുക്ക് എക്സാംസ് ഒന്നും ഇല്ലാത്തൊരു മന്താണ്. പിന്നെ നമ്മുടെ ഉത്സവങ്ങളൊക്കെ വരുന്ന ഒരു മാസം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. നമുക്ക് ശരിക്കും ആഘോഷങ്ങളുടെ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് മീറ്റപ്പ് ചെയ്യാനുള്ള വിഷുവിൻ്റെ സമയം എല്ലാം ഉള്ള ഒരു ടൈമാണ് ഏപ്രിൽ മന്ത്. അതുപോലെ തന്നെ കടുത്ത വേനലാണ് ഏപ്രിൽ മാസത്ത് ഒക്കെ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ നന്നായി ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം, താമസിപ്പിക്കുന്നില്ല നമ്മുടെ കോട്ട്. അപ്പോൾ നമ്മുടെ കോട്ട് വെച്ച് നമുക്ക് നമ്മുടെ എഡിറ്റോറിയൽ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ ദിവസമുള്ള സെഷനാണ്, റെഗുലർ ആയിട്ടുള്ള സെഷൻ. വൊക്കാബുലറി പഠിക്കാനും ഹിന്ദു ന്യൂസ് പേപ്പറിലെ ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നിങ്ങൾക്ക് റീഡിംഗ് എബിലിറ്റി, നിങ്ങളുടെ വൊക്കാബുലറി ഒന്ന് എൻട്രി ചെയ്യാം. പിന്നെ നമ്മൾ സെൻറ്റൻസ് മേക്കിംഗ് ഡെയിലി നടത്തുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ഗ്രാമർ നന്നായിട്ട് നമുക്കൊന്ന് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പ്രോപ്പറായിട്ടുള്ള യൂസേജ് ഓഫ് വേർഡ്സ് കറക്റ്റായിട്ട് പാർട്സ് ഓഫ് സ്പീച്ച് അനുസരിച്ച് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റും. റൈറ്റിംഗ് സ്കിൽസും നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസും നിങ്ങളുടെ ഗ്രാമർ റീസ്ട്രക്ചർ ചെയ്യാനുള്ള ഒരു എബിലിറ്റിയും അതുപോലെ തന്നെ നിങ്ങളുടെ വേർഡ് പവർ കൂടാനുള്ള ഒരു സെഷനാണ്. ഓൾ ഇൻ വൺ സെഷനാണ്. പ്ലസ് നമ്മൾ എഡിറ്റോറിയലിലെ ആർട്ടിക്കിൾ, ന്യൂസ് ആർട്ടിക്കിൾ വായിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജനറൽ അവയർനെസ് ഇവിടെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ ദിവസവും ഉള്ള സെഷനാണ്. രാവിലെ 8:30 മുതലുള്ള സെഷൻ 9:30, 9:45 വരെ അങ്ങ് നീണ്ടു പോകാൻ ചില സമയങ്ങളിൽ ഡിസ്കഷൻ കൂടിയാൽ. മൺഡേ ടു സാറ്റർഡേയ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം. ആൻഡ് നിങ്ങൾ അറിയില്ലാത്തവർക്കൊക്കെ ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഫ് യു ഫീൽ ഇറ്റ് ഈസ് വർത്ത്, അത് ഗുണമുണ്ട് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ കോട്ട് ഇതാണ്: ഇറ്റ് ഓൾവേസ് സീംസ് ഇംപോസിബിൾ അൻറ്റിൽ ഇറ്റ് ഈസ് ഡൺ. നമുക്ക് എപ്പോഴും തോന്നും ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല എന്ന്. നമ്മൾ എപ്പോഴും എടുത്തടി നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇതൊന്നും നടക്കുന്ന കാര്യമില്ല, ഇറ്റ്സ് ഈസ് ഇമ്പോസിബിൾ, നടക്കുകയില്ല, അയ്യോ ഇതുകൊണ്ട് പറ്റില്ല കേട്ടോ എന്ന് നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ പറയാറ്? ബിക്കോസ് വി ആർ നോട്ട് ട്രൈങ് ഇനഫ്. നമ്മൾ നല്ല രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നിട്ട് നമ്മൾ പറയും ഓ ഇത് നടക്കില്ല, ഇത് അസംഭവ്യമാണ് എന്ന് പറയും. നമ്മളൊരു കാര്യം ചെയ്ത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അൺടിൽ ഇറ്റ് ഈസ് ഡൺ, അതുവരെ നമുക്കൊരു കാര്യം ഇമ്പോസിബിൾ ആയിട്ടേ തോന്നുള്ളൂ. അതൊരു ക്വൈറ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ടെൻഡൻസിയാണ്. നമുക്ക് എപ്പോഴും തോന്നുന്നൊരു കാര്യമാണ് അയ്യോ ഇതൊന്നും നടക്കില്ല കേട്ടോ, ഭയങ്കര പാടുള്ള പരിപാടി, ഇതൊന്നും നടക്കൊണ്ട് കൂട്ടിയേ കൂടില്ല കേട്ടോ എന്നൊക്കെ തോന്നും. നമ്മളത് ചെയ്ത് കഴിയുന്നത് വരെ, നമ്മളത് അക്കംപ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ, അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുന്നവരെ നമുക്ക് തോന്നില്ല അത് പോസിബിൾ ആണെന്ന് തോന്നുകയില്ല. നമുക്ക് ഇമ്പോസിബിൾ ആണെന്നേ തോന്നൂ, അസംഭവ്യമാണെന്നേ തോന്നുള്ളൂ. അത് നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഒരു നേച്ചറാണ് അല്ലേ. അപ്പം നമുക്ക് എന്തായാലും അങ്ങനെയാണോ നിങ്ങളുടെ എടുത്ത് വെച്ച ഓരോ ഉദ്യമവും, നിങ്ങളുടെ വെഞ്ചേഴ്സൊക്കെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഡോണ്ട് ഗിവ് അപ്പ് കേട്ടോ. ഒരിക്കലും തോറ്റ് പിന്മാറരുത്, തളരരുത് രാമൻകുട്ടി, തളരരുത്. കാരണം നമുക്ക് എല്ലാവർക്കും തോന്നുന്നൊരു തോന്നലത്, പക്ഷെ അത് അല്ല കാര്യം. നമ്മളെ കൊണ്ട് പറ്റുമെന്നേ, നമ്മളെ കൊണ്ട് ട്രൈ ചെയ്താൽ പറ്റും, സാധിക്കും. യു ക്യാൻ ആൻഡ് യു വിൽ ഡു ഇറ്റ് എന്ന ഒരു എന്താ പറയുക, ആ ഒരു ലെവലിലോട്ട് നിങ്ങളിന്ന് കീപ്പപ്പ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് പറയാം. 2 ആർട്ടിക്കിൾസ്, ഒരാർട്ടിക്കിളിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട്. അതിൽ 2 ആർട്ടിക്കിളും പൊളിറ്റിക്കലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. ഒന്ന് സ്കോട്ട്ലൻഡിലെ ആദ്യത്തെ മിനിസ്റ്റർ വരുന്നുണ്ട്, അതും നമ്മുടെ പാകിസ്ഥാൻ ഇമിഗ്രൻറ്റിൻ്റെ മകനായിട്ട് 37 വയസ്സുകാരനായ ഒരു ഹംസ യൂസഫ്, 37 വയസ്സുകാരനായ ഒരു യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ച് ഇറങ്ങിയ ഒരു നമ്മുടെ ഹംസ യൂസഫ് എന്ന് പറഞ്ഞ 37 വയസ്സുകാരൻ ഫസ്റ്റ് മിനിസ്റ്റർ ആയിട്ട് സ്കോട്ട്ലൻഡിൽ വരുന്നു. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളോട് ആൾക്കാർ നോക്കിയിരുന്നു. ആൻഡ് ഹി ഹാസ് എ ലോട്ട് ടു ഡു. ഒരുപാട് കാര്യങ്ങൾ സ്കോട്ട്ലൻഡിന് വേണ്ടി ചെയ്യാനുണ്ട്. സ്കോട്ട്ലൻഡ് യു കെയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞിട്ട് യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇപ്പോൾ വീണ്ടും ചേർന്ന് കഴിയുമ്പോൾ ബ്രെക്സിറ്റ് ഇഷ്യൂവിനെ പറ്റിയും അതുപോലെ ഇൻഫ്ലേഷൻ്റെ കാര്യങ്ങളും ഒക്കെ അങ്ങനെ ഒരുപാട് ഇഷ്യൂസിനെ നേരിടേണ്ടി വരുന്നുണ്ട്. ഈ പറയുന്ന UK ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ഗ്ലോബലി ഓഫ് കോഴ്സ്, എന്നാൽ സ്കോട്ട്ലൻഡൊക്കെ. അപ്പോൾ ഈ പറയുന്ന പുതിയതായിട്ട് വന്ന മിനിസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഹി ഹാസ് എ ലോട്ട് ടു ഡു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പുള്ളിയുടെ മുമ്പിൽ ഒരുപാട് ദൗത്യങ്ങളുണ്ട്, ഉദ്യമങ്ങളുണ്ട് എന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് അനാലിറ്റിക്കൽ ആർട്ടിക്കിൾ. നിങ്ങൾക്ക് അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി, പുള്ളിയെ പറ്റിയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഹീസ് എ ഫസ്റ്റ് ഏഷ്യൻ ഡിസെൻറ്റ്. അതുപോലെ തന്നെ മറ്റൊരു മുസ്ലിമാണ് പുള്ളിക്കാരൻ, പാകിസ്ഥാനി ഇമിഗ്രൻസിൻ്റെ മകനാണ് എന്നുള്ളൊരു ചരിത്രം കൂടി ഇയാൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയ ആസ്പെക്റ്റാണ്. ഇനി നമുക്ക് വായിക്കാനുള്ള ആർട്ടിക്കിൾ, അല്ലെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ പോകുന്ന ആർട്ടിക്കിൾ, കർണാടകയിൽ
ഇലക്ഷൻ പോളിനെ പറ്റിയാണ്. അവിടുത്തെ ഇലക്ഷൻ എങ്ങനെ വരാൻ പോകുന്നു, ഇലക്ഷൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടും പൊളിറ്റിക്കലി ഓറിയൻറ്റഡ് ആർട്ടിക്കിളാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ സ്ട്രെസ് ഒന്നും കൊടുക്കുന്നില്ല. വിൽ ജസ്റ്റ് ഗിവ് ഇറ്റ് എ റീഡ്. എന്താണ് കർണാടകയിലെ അവസ്ഥ എന്ന് മാത്രം നമുക്ക് നോക്കാം. നമുക്കറിയാം 2 പ്രോമിനൻറ്റ് പാർട്ടീസായ കോൺഗ്രസ് ആൻഡ് BJP ആണ് ഇഞ്ചോടിഞ്ച് പോരാടാൻ പോകുന്നു. അപ്പോൾ നമുക്കറിയില്ല വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. എന്നാൽ 2 പാർട്ടികളും പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഇലക്ഷനെ പറ്റിയൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു വിടാം. ബട്ട് പൊളിറ്റിക്കൽ ഇതുള്ളത് കൊണ്ടായിരുന്നു നമ്മൾ ഒരുപാട് സ്ട്രെസ് ചെയ്യാൻ പരിപാടിക്കൊന്നും പോകില്ല. യു ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് യു ക്യാൻ കൺസിഡർ വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. പൊളിറ്റിക്കൽ ആർട്ടിക്കിളിൽ നമ്മൾ കയറി ഇടപെടില്ല. അത് ഓരോരുത്തർക്കും ഓരോ പൊളിറ്റിക്കൽ സ്റ്റാൻഡ്സ് ആണ്. ഐ ഡു റെസ്പെക്ട് എവറിത്തിങ്, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച്. സോ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാം. അങ്ങനെ ഒരു ലെവലിലായിരിക്കും നമ്മൾ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റ് അനാലിറ്റിക്കൽ ആർട്ടിക്കിളാണ്, നമ്മളൊന്ന് അനലൈസ് ചെയ്ത് വിടും. അപ്പോൾ എല്ലാവർക്കും ഉഷാറാണല്ലോ, എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് ഫ്രൈഡേ ആണല്ലേ, നമുക്കൊരു ദിവസം കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഈസ്റ്ററൊക്കെ ആയില്ലേ, പിന്നെ ഹോളി വീക്കൊക്കെ. അപ്പോൾ എല്ലാവരും ഉഷാറാണ്, സന്തോഷമാണെന്നൊക്കെ വിചാരിക്കുന്നു. നമുക്ക് തുടങ്ങാം അല്ലേ. നമുക്ക് ഡെയിലി അത് നിങ്ങൾ അനലൈസ് ചെയ്ത് വിടണം. ആ കാര്യത്തിൽ മാത്രം നിങ്ങൾ ഒരു മുട്ടും വരുത്തരുത് കേട്ടോ. നമ്മൾ ഡെയിലി നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് ഡെയിലി ക്വസ്റ്റസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ PDF ആണെങ്കിൽ നമ്മൾ തരാറുണ്ട്, നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ബുള്ളറ്റിൻ പോയിന്റ്സ് ആയിട്ട് PDF ആയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോബ് അലേർട്ട്സ്, നോട്ടിഫിക്കേഷൻസ്, ഈ ഡെയിലി ക്വിസസ് ഒക്കെ സബ്ജക്ട് വൈസ് ആയിട്ട് എക്സാം വൈസും ആയിട്ടുണ്ട്. പിന്നെ പവർ ക്യാപ്സ്യൂൾസ് ഉണ്ട്, വീക്ക്ലി എഡിറ്റോറിയൽ ഡിക്ഷണറി ഉണ്ട്. ഇതൊക്കെ PDF ആയിട്ട്, ഫ്രീ PDFs ആയിട്ട് നിങ്ങൾക്ക് ആപ്പിൽ ഡൗൺലോഡബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ദാറ്റ്സ് ഓൾ. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുമല്ലോ. അപ്പം ഓർക്കേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും നമ്മുടെ Attendant ആപ്പ് അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യുക, സൈൻ ഇൻ ചെയ്യുമ്പോൾ നിങ്ങളോട് ചോദിക്കുക ചെയ്ത് എക്സാമിന് പ്രിപ്പയർ ചെയ്തെന്ന്. സ്റ്റേറ്റ് എക്സാംസ് ക്ലിക്കുക, എന്നിട്ട് കേരള എക്സാംസ് ക്ലിക്കുക. അപ്പോൾ ആപ്പിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ഫ്രീ കണ്ടന്റ് ഉപയോഗിക്കാൻ പറ്റും. അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഉപയോഗിക്കുക കേട്ടോ, കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക. ഓൾ റൈറ്റ്. അടുത്ത് നോക്കിയേ, നമ്മുടെ ചാനൽ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന Attendant മലയാളം ചാനൽ. നമ്മുടെ ചാനൽ ഒരുപാട് ക്ലാസ്സുകളുണ്ട്. നമുക്ക് നമ്മുടെ സെഷൻസ് എഡിറ്റോറിയൽ ആയിക്കോട്ടെ, കറണ്ട് അഫയേഴ്സിൻ്റെ സെഷൻ ആയിക്കോട്ടെ, അതല്ലാതെ നമുക്ക് ഓരോ എക്സാം വൈസ് ആയിട്ട് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് നമ്മൾ സെഷൻസ്, ഡിഗ്രി പ്രൂംസിൻ്റെ ക്ലാസ്സുകൾ, അതുപോലെ PYQ സെഗ്മെൻറ്റ്സ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എക്സാം അനാലിസിസ് ഉണ്ട്, ഓരോ ഇതിന് പാറ്റേണിനെ പറ്റി സ്ട്രാറ്റജി വീഡിയോസ് ഉണ്ട്. അതുപോലെ തന്നെ ഹൗ ടു അപ്ലൈ ഫോർ ദ പോസ്റ്റുകൾ കാണിച്ചു തരാവുന്ന വീഡിയോസ് ഉണ്ട്. ഇതൊക്കെ ഈ ഫ്രീ ആണ്, നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ പരമാവധി ഇത് യൂട്ടിലൈസ് ചെയ്യാം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ Attendant മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ കൃത്യമായിട്ട് നിങ്ങളിലോട്ട് എത്തിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഡിയംസ്, ഫ്രേസൽ വെർബ്സ്, വൺ വേർഡ്സ് എല്ലാം നോക്കാം. ഇന്ന് കുറച്ച് അധികം ഫ്രേസൽ വെർബ്സ്, ഇഡിയംസ് ഒക്കെ ഉണ്ട്, എന്നിട്ട് വൺ വേർഡ്സ് ഒക്കെ ഉണ്ട്, എന്നിട്ട് നമ്മൾ സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സ്, പിന്നെ ആർട്ടിക്കിൾ അതിൻ്റെ സ്പോട്ട് ക്വസ്റ്റൻ, ഹോംവർക്ക്, എന്നിട്ട് ഇന്നത്തെ ഹോംവർക്ക് നിങ്ങൾക്ക് തരുന്നു. അങ്ങനെ നമ്മൾ അവസാനിപ്പിക്കാം. അപ്പോൾ നോക്കിയേ, പേവ് ദ വേ എന്ന ഇഡിയമാണ് നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് കേട്ടിട്ടുണ്ട്, വഴിയൊരുക്കുക അല്ലേ. പേവ് ദ വേ മീൻസ് മേക്ക് അതർ തിങ്സ് പോസിബിൾ. മറ്റൊരു കാര്യം സാക്ഷാത്കരിക്കാൻ, അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വഴിയൊരുക്കുക അല്ലേ. പേവ് ദ വേ ഫോർ സംതിങ് എന്ന് പറയില്ലേ, അതാണ്. സോ ഇപ്പോൾ നമ്മൾ പറയുന്നത് COVID-19 പേവ്ഡ് ദ വേ ഫോർ a lot of troubles in society. ഒരുപാട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഗ്ലോബൽ റിസഷൻ, അല്ലെങ്കിൽ ഒരുപാട് പറയാം നമുക്ക്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നമുക്ക് കോവിഡ് കാരണം നല്ലതും ഉണ്ടായിട്ടുണ്ട്, ചീത്തയും ഉണ്ടായിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല അല്ലേ. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആൾക്കാരുടെ എക്സ്പീരിയൻസ് നമുക്കത് മനസ്സിലാവും ശരിക്കും. അടുത്ത റെക്കൻ, ഒരുപാട് പേര് ജോലി പോയി, ഒരുപാട് പേർക്ക് പുതിയ ജോലി മേഖലയിൽ കയറാൻ പറ്റി, ഒരുപാട് പേർക്ക് പുതിയ സ്കിൽസ് കിട്ടി, ഒരുപാട് പേര് വെറുതെ വീട്ടിലിരിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അടുത്ത് നോക്കാം, റെക്കൻ വിത്ത്. കേട്ട് പരിചയം ഉണ്ടായിരിക്കും. റെക്കൻ ചെയ്യുന്നത് വെച്ചാൽ കൺസിഡർ ചെയ്യാനാണ്. സോ റെക്കൻ വിത്ത് എന്ന് പറഞ്ഞാൽ കൺസിഡർ സംതിങ് ബിഫോർ ടേക്കിംഗ് എ ഡിസിഷൻ. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ്, ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മുഖവരയ്ക്ക് എടുക്കുകയാണ്. ടേക്ക് സംതിങ് ഇൻ ടു അക്കൗണ്ട്. രണ്ട് വഴി ശരിക്കും പറഞ്ഞാൽ ടേക്ക് സംതിങ് ഇൻ ടു അക്കൗണ്ട് എന്ന് പറയുന്നത് ഈ ഇഡിയം തന്നെയാണ്. അപ്പോൾ റെക്കൺ വിത്ത് എന്ന ഫ്രേസൽ വെർബിന്റെ അർത്ഥം ഇതാണ്, മുഖവരയ്ക്ക് എടുക്കുക അല്ലേ. അതായത് കൺസിഡർ സംതിങ് ബിഫോർ യു മേക്ക് എ പ്ലാൻ എന്നാണ്. കൺസിഡർ സംതിങ് ബിഫോർ യു മേക്ക് എ പ്ലാൻ. ബിഫോർ മേക്കിംഗ് പ്ലാൻ എന്ന് എഴുതാം. അപ്പോൾ കറക്റ്റ് ആണല്ലോ. ബിഫോർ മേക്കിംഗ് പ്ലാൻസ്, എന്തെങ്കിലും പ്ലാൻസ് മേക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കാര്യത്തിന് നമ്മൾ ഒന്ന് മുൻകൂട്ടി അതിനെ പറ്റി ഒന്ന് ചിന്തിച്ച് തീരുമാനം എടുക്കുക അല്ലേ, ഒന്ന് ആലോചിച്ച് തീരുമാനം എടുക്കുക. അതിനെയാണ് റെക്കൺ വിത്ത് സംതിങ് എന്ന് നമ്മൾ പറയാം. ഓർത്തോണം. ഓക്കെ, അടുത്ത ഡിസ്റ്റോർഷൻ. ഡിസ്റ്റോർട്ട് ചെയ്യ വേർബാണ് ഡിസ്റ്റോർഷൻ. TION നൗൺ ആണ് അല്ലേ. കമ്മ്യൂണിക്കേഷൻ, പോപ്പുലേഷൻ ഒക്കെ പറയില്ലേ TION വാക്കുകൾ. അപ്പോൾ അമ്യൂണിഷൻ, അങ്ങനെ TION വാക്കുകളെല്ലാം കണ്ട ഓർത്താൽ മതി, നൗൺ ആണ്. ഡിസ്റ്റോർഷൻ എന്ന വാക്കിന്റെ അർത്ഥം ട്വിസ്റ്റിംഗ് അല്ലെങ്കിൽ ഓൾട്ടറിങ് സംതിങ് ഔട്ട് ഓഫ് ഇറ്റ്സ് ട്രൂ നേച്ചർ, ട്രൂ സ്റ്റേറ്റ്. അതിന്റെ ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്ന്, ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്ന്, ഒത്തന്റിക് ആയ ജെന്യൂൻ ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്ന് അതിനൊന്ന് ട്വിസ്റ്റ് ചെയ്യുക, ഒന്ന് വളച്ചൊടിക്കുക. അതാണ് ഡിസ്റ്റോർഷൻ. ഡിസ്റ്റോർഷൻ ഓഫ് ദ ട്രൂത്ത്, ഡിസ്റ്റോർഷൻ ഓഫ് ദ ന്യൂസ്. നമുക്കുള്ളതാണല്ലേ, വാക്കുകളെ വളച്ചൊടിക്കുക, ന്യൂസ് വളച്ചൊടുക്കുക. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടാൽ നമുക്കറിയാം, നമ്മളൊരു കോമെന്റ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ വളച്ചൊടിച്ച് അത് വെച്ചിട്ട് പിന്നെ കയറും അല്ലേ.
നമ്മൾ ഒരാൾ എന്തെങ്കിലും പറയാൻ നോക്കിയിരിക്കും, അടുത്തയാൾ അത് വളച്ചൊടിച്ച് അതിൽ കൂടി കയറി പബ്ലിസിറ്റി നേടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡിസ്റ്റോർഷൻ നമുക്ക് വളരെ കോമൺ ആയിട്ടൊരു കാര്യമാണ്, ലൈഫിൽ നമ്മൾ ഒരുപാട് കാണുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇന്നത്തെ നാട്ടിൽ അല്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് ആലോചിക്കാം ഡിസ്റ്റോർട്ട് ചെയ്യുക എന്നാണ് വെർബ് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എല്ലാവർക്കും വൺസ് മോർ ഗുഡ് മോർണിംഗ് കേട്ടോ. താമസിച്ച് ജോയിൻ ചെയ്തു എല്ലാവർക്കും ഉറങ്ങിപ്പോയെന്ന് തോന്നല്ലോ എല്ലാവരും. അടുത്ത ടേക്കപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന് ടേക്കപ്പ് എന്ന് പറഞ്ഞാൽ ടേക്കപ്പ് എ റോൾ, ടേക്കപ്പ് എ ജോബ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, സ്റ്റാർട്ട് ഡൂയിങ് എ പെർട്ടിക്കുലർ ആക്ടിവിറ്റി, എന്തെങ്കിലും ഒരു പുതിയൊരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി നിങ്ങൾ ടേക്കപ്പ് ഉദ്യമം ഏറ്റെടുക്കുക, അതാണ് ടേക്കപ്പ് ഒന്ന്. വേറൊരു കാര്യമുണ്ട്, ഡോണ്ട് ടേക്കപ്പ് ദാറ്റ് എനിമോർ, ഇനി അത് കൂടുതൽ എടുക്കല്ലേടാ, തീർക്കല്ലേ അത് അല്ലെ, ഒരു കാര്യം കൺസ്യൂം ചെയ്യട്ടെ എന്ന് പറയും അല്ലെ. ടേക്കപ്പ് ദ റിസോഴ്സ്, ഹ്യൂമൻസ് ആർ ടേക്കിംഗ് അപ്പ് ദ റിസോഴ്സ്. ഹ്യൂമൻ ബീങ്സിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഹ്യൂമൻസ് ആർ taking up the resources in the world. ലോകത്തിലെ റിസോഴ്സ് മൊത്തം എടുത്ത് തീർക്കുന്ന മനുഷ്യനാണ്, കൺസ്യൂം ചെയ്യുന്ന മനുഷ്യനാണ്. ബാക്കിയുള്ളവർക്കൊന്നും കൊടുക്കില്ല. അതിനുള്ള നമുക്ക് അതിന് പറ്റില്ലെന്നേ, നമ്മൾ ആർത്തിയാണ് നമുക്ക് അല്ലേ. നമുക്ക് എപ്പോഴും അങ്ങനെ ഒരാണ്, നമ്മുടെ കാര്യം മാത്രം. സോ സെൽഫിഷ് ആണ് ഹ്യൂമൻ ബീങ്സ്. മറ്റ് അനിമൽസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണല്ലേ, നമ്മൾ മാത്രം ഇങ്ങനെ ആയിപ്പോയത്, വാട്ട് എവർ. എന്നാലും നമുക്ക് നോക്കാം, ദാറ്റ് ഇസ് ടേക്കപ്പ്. സ്റ്റാർട്ട് ഡൂയിങ് എ പെർട്ടിക്കുലർ ആക്ടിവിറ്റി എന്ന് പറയാം. അതുപോലെ തന്നെ ടേക്കപ്പിന് നമ്മൾ പറയില്ലേ, ടേക്കപ്പ് എ ജോബ്, ടേക്കപ്പ് എ പൊസിഷൻ ഇൻ ദ ഫീൽഡ് എന്നൊക്കെ പറയുന്നത് കേട്ടല്ലേ, അതാണ്. അപ്പോൾ നമ്മൾ ടേക്കപ്പ് റോൾ എപ്പോഴും പറയും, നമ്മുടെ ഈ ഇലക്ഷൻ്റെ കാര്യം വരുമ്പോഴും അല്ലെങ്കിൽ എവിടെയും ഏത് മേഖലയിലും ഓർഗനൈസേഷൻസിലോ രാഷ്ട്രീയത്തിലൊക്കെ ടേക്കപ്പ് സംതിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്യാൻ തുടങ്ങി എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ കൺസ്യൂം ചെയ്യുക എന്നൊരു അർത്ഥമുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് തീർന്നില്ല, നിങ്ങൾ സെന്റൻസ് മേക്ക് ചെയ്തുള്ളൂ. അടുത്തൊരു സെറ്റ് കൂടെ ഉണ്ട്, അപ്പോൾ ഞാൻ ഇത് കഴിയുമ്പോൾ പെട്ടെന്ന് അടുത്തോട്ട് പോകും. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ സെന്റൻസ് മേക്ക് ചെയ്ത് വരണം കേട്ടോ. അടുത്ത സ്റ്റെപ്പ് ഇൻ ടു സംബഡീസ് ഷൂസ് അല്ലേ. നീ എൻ്റെ ഭാഗത്തൊന്നും ചിന്തിച്ച് നോക്കി, നമ്മൾ പറയാറില്ലേ, സ്റ്റെപ്പ് ഇൻ ടു സംബഡി ഷൂസ്, തിങ്ക് അബൌട്ട് ഇറ്റ്, സ്റ്റെപ്പ് ഇൻ ടു മൈ ഷൂസ് എന്ന് പറഞ്ഞില്ല, എൻ്റെ ഷൂസിൽ. സംബഡീസിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് മൈ കൊടുക്കാം, യോർ കൊടുക്കാം, ഹിസ് ഹെർ എല്ലാം കൊടുക്കാം കേട്ടോ. റിൻറ്റൂസ്, പിന്നെ അതുപോലെ തന്നെ അമലാസ്, സഹനാസ്, ഷമാസ്, നന്ദീഷാസ്, വിനൂസ്, നിതീസ്, പാർവതീസ്, ലക്ഷ്മീസ്, അങ്ങനെ എല്ലാം കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കുറച്ച് പേരുടെ മാത്രമേ കൊടുത്തുള്ളൂ, ബാക്കിയുള്ളവരുടെയൊക്കെ നിങ്ങൾ അങ്ങ് ചിന്തിച്ചോളാം. അപ്പോൾ സംബഡീസിൻ്റെ അടുത്ത് ഏത് പൊസസീവ്സും നമുക്ക് കൊടുക്കാം. അപ്പോൾ സ്റ്റെപ്പ് ഇൻ ടു സംബഡീസ് ഷൂസ് എന്ന് പറഞ്ഞാൽ ടേക്ക് ഓവർ സംബഡീസ് ജോബ് ഓർ പൊസിഷൻ. ഒരാളുടെ ഒരു പൊസിഷനോ അല്ലെങ്കിൽ ഒരാളിപ്പോൾ ചെയ്യുന്നൊരു കാര്യം നമ്മൾ ഏറ്റെടുക്കുന്നതിനെയാണ് നമ്മൾ എന്തുണ്ട് സ്റ്റെപ്പ് ഇൻ ടു സംബഡീസ് ഷൂസ് എന്ന് പറയാം. ഓക്കെ, അടുത്തത് അതൊരു ഇടിയമാണേ, ഓർത്തോളാം. അടുത്തത് ലീവ് നോ സ്റ്റോൺ അൺടേൺ. ഒരാളെ വെറുതെ വിടാൻ പാടില്ല. നമ്മൾ പറയില്ലേ, നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരിടത്തും ഇതില്ലാതെ എല്ലാ രീതിയും ചെയ്ത് ട്രൈ ചെയ്യുക, എല്ലാ മാർഗങ്ങളും ട്രൈ ചെയ്യുന്നതിനാണ് ലീവ് നോ സ്റ്റോൺ അൺടേൺ എന്ന് പറഞ്ഞാൽ. ട്രൈ എവറി പോസിബിൾ കോഴ്സ് ഓഫ് ആക്ഷൻ ഇൻ ഓർഡർ ടു അച്ചീവ് സംതിങ്. നമുക്കൊരു കാര്യം അച്ചീവ് ചെയ്യാനുണ്ട്, അതിനുവേണ്ടി നമ്മൾ ഏതറ്റം വരെ പോകും എങ്കിൽ എല്ലാ പോസിബിൾ കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ ചെയ്യും, എല്ലാ പരിപാടികളും നമ്മൾ ചെയ്യും എങ്കിൽ യു ക്യാൻ സേ ഐ ഹാവ് ലെഫ്റ്റ് നോ സ്റ്റോൺ അൺടേൺഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഡിഗ്രി പ്രിംസോ. എന്ത് ആയിക്കോട്ടെ, നിങ്ങൾ എന്തൊരു എക്സാമിന് കോമ്പറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് പോസിബിൾ മീൻസും ഞാൻ ചെയ്യുമെന്നുണ്ടെങ്കിലാണെങ്കിൽ ട്രൈ എവറി പോസിബിൾ മീൻസ് മതി. അതിനാണ് നമ്മൾ എന്ത് പറയാം, ലീവ് നോ സ്റ്റോൺ അൺടേൺ എന്ന് പറയാം. ഓർത്ത് വെച്ചോളാം കേട്ടോ. അടുത്തത് ഇമിഗ്രൻ്റ് ആണ്. മിഗ്രൻ്റ് മാറിപ്പോരുത്. എമിഗ്രൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവനവൻ്റെ നാട്ടിൽ നിന്ന് എക്സൈൽ ചെയ്ത് പുറത്തോട്ട് പോകുന്ന ഒരു മനുഷ്യൻ നമ്മൾ എമിഗ്രൻ്റ് എന്ന് പറയും. ഇമിഗ്രൻ്റ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു കംസ് ടു ലിവ് പെർമനൻ്റ്ലി ഇൻ എ കൺട്രി. ഇപ്പം ഞാൻ പറയണ അയാളൊരു ഇമിഗ്രൻ്റ് ആട്ടോ എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇപ്പം നമ്മൾ പറയില്ലേ പാകിസ്ഥാനി ഇമിഗ്രൻ്റ് ആണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സ്കോട്ട്ലൻഡിലുള്ള ഒരു വ്യക്തി പറയാണ് ഇയാളൊരു പാകിസ്ഥാനി ഇമിഗ്രൻ്റ്. ഇപ്പം മിനിസ്റ്ററായിട്ട് ജോയിൻ ചെയ്ത ഹംസ യൂസഫ് എന്ന് പറയുന്നത് ഒരു പാകിസ്ഥാനി ഇമിഗ്രൻറ്റിൻ്റെ മകനാണ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ്റെ ഇദ്ദേഹത്തിൻ്റെ പേരൻസ് പാകിസ്ഥാനിൽ നിന്ന് സ്കോട്ട്ലൻഡിലോട്ട് വന്ന് ഇവിടേക്ക് വന്ന് താമസിച്ചവനെ those people came to Scotland to live in that country permanently. അതിനാണ് ഇമിഗ്രൻ്റ്. നമ്മുടെ അടുത്തോട്ട് വരുന്നതിന് ഇമിഗ്രൻ്റ്. ഓർത്താൽ മതി, എക്സൈലും ഇന്നും എക്സിറ്റും ഇല്ലേ, ആ ഒരു ഇന്ന് എക്സിറ്റ്, ഇതാണ് ഇന്ന് പറയില്ലേ. പിന്നെ എക്സിറ്റ് ആണെങ്കിൽ എമിഗ്രൻ്റ് വെച്ചിട്ട് ഓർക്കുക. എമിഗ്രൻ്റ് ആണെങ്കിൽ നമ്മൾ പുറത്തോട്ട് പോകുന്നു. ഇപ്പം ഞാനൊരു എമിഗ്രൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോയി വേറെ ഒരു രാജ്യത്ത് പോയിട്ട് സെറ്റിൽ ആവാൻ റെഡി ആവും, താല്പര്യപ്പെടുന്നു. അതാണ്. അപ്പോൾ നിങ്ങൾ അവിടെ എക്സിറ്റ് എന്നൊരു അർത്ഥത്തിൽ ഓർത്ത് വെച്ചാൽ മതി, നിങ്ങൾക്ക് അത് ഐഡിയ കിട്ടും കേട്ടോ. ഇമിഗ്രൻ്റ് ഇങ്ങോട്ട് വരുന്നത്, എമിഗ്രൻ്റ് അങ്ങോട്ട് പോകുന്നത്, അതാണ് അതിൻ്റെ വ്യത്യാസം. ഓക്കെ, ഓർത്ത് വെച്ചോളൂ. അതൊന്ന് മനസ്സിലൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ സംഭവം സെറ്റാണ്. അപ്പോൾ സെൻറ്റൻസ് വായിക്കാം കേട്ടോ. അപ്പോഴേക്കും നിങ്ങൾ തന്ന സെൻറ്റൻസ് ഞാൻ വായിക്കാം, ബാക്കിയുള്ളവരൊക്കെ സെൻറ്റൻസ് മേക്ക് ചെയ്തോളൂ. ലെറ്റ് മീ റീഡ്.
ഓക്കെ നോക്കട്ടെ. COVID-19 paved the way for me to become a bottle artist. ഞാൻ ഓർത്തിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, കട്ടപ്പനയിലുള്ളതാണ്. അവളിങ്ങനെയാ, അവൾ അത്യാവശ്യം നല്ല കലാകാരിയാണ്. പിന്നെ കോവിഡ് ആയി കഴിഞ്ഞപ്പോഴേക്കും ഫുള്ള് ബോട്ടിൽ ആർട്ടുകളാണ്, ബോട്ടിൽ ആർട്ട്. ഞാൻ നോക്കിയപ്പോൾ അവളുടെ വീട് പിന്നെ കുറേ കാര്യങ്ങൾ അവൾ മാറ്റി. അവളുടെ റൂമൊക്കെ കാണുന്നത് സൂപ്പറാ. പിന്നെ ഇപ്പോൾ അവൾ കല്യാണം കഴിച്ച് പോയപ്പോഴേക്കും വീട് ഇപ്പോൾ റൂം പുറത്ത് കിടക്കുവാണ്, അത് വേറെ കാര്യം. എന്നാൽ പോലും ഞാൻ ആലോചിക്കുകയാണ്, നല്ല രസമാണ് ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്തിട്ട്. അതിനുള്ള സമയം വേണം കേട്ടോ നമുക്ക് അതിന് വേണ്ടിയിട്ട്. ആർട്ടിസ്റ്റുകളിൽ ചിലരുണ്ടല്ലോ, ആർട്ടിസ്റ്റുകൾ സൈഡായിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ജോബിലൊക്കെ ഏർപ്പെടുന്നവർ. അപ്പോൾ അതിൽ പെടുന്ന ഒരാളായിരുന്നു പുള്ളിക്കാരി. പക്ഷേ BEd ഒക്കെ പഠിക്കുന്ന സമയത്ത് പുള്ളിക്കാരി BEd പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് നാൾ വെറുതെ ഇരുന്നല്ലോ കോവിഡിൻ്റെ സമയത്ത്. ആ സമയത്താണ് ഈ ഒരു ക്രേസ് കയറിയത്. ഐ ഡു റിമെമ്പർ ദ സെയിം തിങ്. എനിവേസ്, her marriage paved the way to get together. That's great, Shahana. അടുത്ത് നോക്കട്ടെ. ഡിസ്റ്റോർഷൻ ഓഫ് ഹിസ്റ്ററി ഈസ് ഡൺ ബൈ കമ്മ്യൂണൽ എലമെന്റ്സ് ഫ്രീക്വന്റ്ലി. സത്യം, ഇപ്പോൾ നടക്കുന്നൊരു കാര്യമാണ് ഡിസ്റ്റോർഷൻ ഓഫ് ഹിസ്റ്ററി അല്ലേ, ശരിക്കും. ഈ റെക്കൺ വിനുവേ, ദ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ്. എവ്രി എന്ന് പറയുന്നത് എന്താ സാധനം? എവ്രി എന്ന് പറയുന്നത് ഒരു ഡിറ്റർമിനർ ആണ് അല്ലേ. നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് ആർട്ടിക്കിൾ ഒരുമിച്ച് വരില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഡിറ്റർമിനേഴ്സ് വരുമ്പോൾ ഒന്നെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടീവ്, അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റീവ്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ, അല്ലെങ്കിൽ ക്വാണ്ടിഫയർ, അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂമറൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നേ വരുള്ളൂ, എല്ലാം കൂടെ വരത്തില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ. ഈ റെക്കൻ വിത്ത് കഴിഞ്ഞിട്ട് ദാ അവിടെ വേണ്ട, എവറി ഉള്ളത് കൊണ്ട്. സോ ഇങ്ങനെ കൊടുക്കുക, ഈ റെക്കൻ വിത്ത് എവറി പോസിബിൾ വേ ഫോർ ഫിക്സിംഗ് ദ ഇഷ്യൂ. കേട്ടോ വിനു, ഒന്ന് നോട്ട് ചെയ്തോണേ. ഷീ ടുക്ക് അപ്പ് ദ പൊസിഷൻ ഓഫ് ഗ്രൂപ്പ് ലീഡർ. ദാറ്റ്സ് ഗ്രേറ്റ്. ഷീ റെക്കൻ വിത്ത് പേരൻസ് ഒപ്പീനിയൻ. പേരൻസിന്റെ ഒപ്പീനിയൻ ലക്ഷ്മി. അപ്പോൾ പേരൻസിന്റെ എസ് കഴിഞ്ഞിട്ട് അപ്പസ്ട്രോഫി കൊടുത്ത് പേരൻസിന്റെ ഒപ്പീനിയൻ ബിഫോർ സെറ്റിലിംഗ് ഇൻ ഡൽഹി എന്ന് കൊടുക്കാം. Increase in demand paved the way for increase in production. That's great. COVID stringency paved the way for online learning. Yes, it does. The new factory took up the water from the river consumed. Okay. The distortion by the government paved the way for idiosyncrasies of the economy, which meddled in with the proviso of gleamy working phase. കേട്ടോ, മെഡൽ എന്നതിന്റെ കൂടെ എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് മെഡൽ വിത്ത് സംബഡി, മെഡൽ വിത്ത് സംതിങ് എന്നാണ് കേട്ടോ. അപ്പൊ വിത്ത് ആണ്, വിത്ത് പ്രൊപ്പോസിഷൻ മറക്കണ്ട. The decision paves the way for the fight between them. Great. You should reckon with taking up your responsibilities properly. That's great. Her distorted opinions made me confused. That's great. But ഒരു പ്രശ്നമുണ്ട്. Make എന്ന കോസറ്റീവ് വേർബ് ഉപയോഗിക്കുമ്പോൾ V3 ഫോർമുലേഷൻ അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. Her distorted opinions made me confuse മതി കേട്ടോ. കൺഫ്യൂസ്ഡ് വേണ്ട, വെറും കൺഫ്യൂസ് മതി. ആ ED ഫോർമുലേഷൻ അങ്ങ് കട്ട് ചെയ്ത് D അങ്ങ് കട്ട് ചെയ്ത് പാർവതി. മേക്ക് എന്ന പോസിറ്റീവ് വേർബ്, ഇങ്ങനെ ആക്കി തീർത്തു, ഇങ്ങനെ ആകാൻ കാരണമായി എന്ന് പറയുമ്പോൾ പോസിറ്റീവ് വേർബ്. അപ്പൊ അങ്ങനെ ഒരു പോസിറ്റീവ് വേർബായിട്ട് മേക്ക് ഉപയോഗിക്കും. മേക്കിൻ്റെ കൂടെ V1 ഉപയോഗിക്കാൻ പാടുള്ളൂ, നിർബന്ധം. അവ മോളെ നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ്. പേരൻസ് റെക്കൺ വിത്ത് ഹർ ഒപ്പീനിയൻ ബിഫോർ സീക്കിംഗ് എ പാർട്ട്ണർ ഫോർ ഹർ. ദാറ്റ്സ് ഗ്രേറ്റ്. A good education will pave the way to finding on pay the way to pay the way for something എന്താ പറയാ, for finding a decent job. കേട്ടോ, 4 കൊടുക്കണേ. Every political party reckons with victory before Lok Sabha election. Yes, the COVID pandemic have been paved വരില്ലടാ സൺലേ. വെറുതെ paved കൊടുത്തോ, have paved കൊടുത്തോ, കറക്റ്റാ. ബീൻ വേണ്ട അവിടെ, പാസിവൈസേഷൻ കൊടുക്കണ്ട, അത് മാത്രം കൊടുക്കണ്ട. ആ ബീനും കട്ട് ചെയ്തോ, അപ്പൊ പാസീവ് അല്ല കേട്ടോ. ദ കോവിഡ് പാൻഡമിക് ആണ്. പിന്നെ പാൻഡമിക് ഒന്നല്ലേ ഉള്ളൂ, അപ്പോൾ ഹാവ് എന്ന് പറയാനും പറ്റില്ല, പ്ലൂറിൽ കൊടുക്കാനും പറ്റില്ല, ഹാസ് കൊടുത്തു, ഇങ്ങനെ കൊടുക്കാം. ദ കോവിഡ് പാൻഡമിക് ഹാസ് പേവ്ഡ് ദ വേ ഫോർ ഓൺലൈൻ ക്ലാസ്സസ് എന്ന് കൊടുത്തു. ദ കോവിഡ് പാൻഡമിക് ഹാസ് പേവ്ഡ് the way for the online classes കൊടുത്ത സെറ്റാ. By marrying her, he literally stepped into her father's shoes. Great. ആരതി ഗുഡ് മോർണിംഗ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ലൈവിൽ വരുമെന്ന് ആരതി പറഞ്ഞിരുന്നു, വാക്ക് പാലിച്ചല്ലോ മുത്തേ. He steps into the vanguard's shoes when he takes French leave in the ongoing project. That's great. After breakup, she paved the way to studying Alameka, way for studying abroad കൊടുക്കുക കേട്ടോ, അങ്ങനെ കൊടുക്കാം. They missed to reckon about പറയില്ലോ നിധി. They missed to reckon with the payment before the trip. റെക്കൻഡൂടെ എപ്പോഴും വിത്ത് കൊടുക്കണ്ടേ, അത് ഫിക്സ്ഡ് ആണ് കേട്ടോ. Don't try to step into your colleague's shoes. That's great. She distorted all his plan അല്ല ലക്ഷ്മി. നമ്മൾ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ പ്ലൂറലുണ്ട്, സിംഗുലറുണ്ട്, വെർബാണ്, നൗണാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുമ്പോൾ ഓൾ എന്ന് കൊടുക്കുന്ന കൗണ്ടബിൾ നൗണിൻ്റെ കൂടെയാണെങ്കിൽ, കൗണ്ടബിൾ നൗൺ ആണ് പ്ലാൻ. അപ്പോൾ പ്ലാൻ എന്ന് പറയുന്നത് കൗണ്ടബിൾ നൗൺ ആണ്. ഓൾ കൗണ്ടബിൾ നൗൺ കൂടിയാണ് കൊടുക്കുന്നതെങ്കിൽ ഓൾ പ്ലാൻസ് എന്ന് കൊടുക്കും. ഓൾ പീപ്പിൾ, ഓൾ മെറ്റീരിയൽസ്, ഓൾ ബോട്ടിൽസ്, ഓൾ ഹ്യൂമൻ ബീങ്സ്, ഓൾ മാൻ എന്ന് പറയില്ല കേട്ടോ. അപ്പോൾ ഓളിൻ്റെ കൂടെ അൺകൗണ്ടബിൾ ആണ്, ഓക്കെ, സിംഗുലർ മാത്രമല്ലേ ഉള്ളൂ. ബട്ട് ഓളിൻ്റെ കൂടെ കൗണ്ടബിളാണ് കൊടുക്കുന്നെങ്കിൽ പ്ലൂറലേ കൊടുക്കാവുള്ളൂ. ഓൾ പ്ലാൻസ്, ഓൾ ഹിസ് പ്ലാൻസ് എന്ന് കൊടുക്കും കേട്ടോ. ശ്രദ്ധിക്കണേ അതൊന്ന്. ഷീ ടുക്ക് അപ്പ് ദ ഇനിഷ്യേറ്റീവ് ഫോർ എ ന്യൂ പ്രോജക്റ്റ്. ദാറ്റ്സ് ഗ്രേറ്റ്. After witnessing often fierce course വേണ്ടടാ,
After witnessing fiascos, അത് മതി കേട്ടോ. ഫിയസ് നമ്മൾ ഓഫൺ എന്ന് പറയുന്ന അഡ്വേർബ് അല്ല. അഡ്വേർബ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്? വേർബിന് മുമ്പിലോ അല്ലെങ്കിൽ അതാണ് സെന്റൻസിനെ ക്വാളിഫൈ ചെയ്യാനോ വേർബിനെ ക്വാളിഫൈ ചെയ്യാനൊക്കെ ഉപയോഗിച്ചു. നൗണിനെ ക്വാളിഫൈ ചെയ്യാൻ കൊടുക്കാൻ പറ്റില്ലല്ലോ ഇവിടെ. ഓഫൻ ഇസ് നോട്ട് ആൻ അഡ്ജക്റ്റീവ്. അപ്പോൾ ഓഫൻ കട്ട് ചെയ്യുക, എന്നിട്ട് ഓർക്കുക ആഫ്റ്റർ വിറ്റ്നസിങ് ഫിയസ്കോസ് ഷീ ഓഫൺ ലീവ്സ് ആണ്, ഹി ഓഫൺ ലീവ്സ് ആണ് ഓക്കെ ആയിരുന്നു. അവൻ ഇടയ്ക്കിടയ്ക്ക് ലീവ് ചെയ്യാറുണ്ടെന്നുള്ള അർത്ഥത്തിൽ കൊടുക്കായിരുന്നു. പക്ഷെ അവിടെ നീ ഓഫൺ കൊടുത്തേക്കുന്ന ഫിയസ്കോന് മുമ്പിൽ, അതുകൊണ്ട് തെറ്റാട്ടോ വിനു. ആഫ്റ്റർ വിറ്റ്നസിങ് ഫിയസ്കോസ് ഹി ലീവ്സ് നോ സ്റ്റോൺ അൺടേൺ ഫോർ റീപ്പിംഗ് ദ വിൻഫോൾ. അപ്പൊ ഇങ്ങനെ കൊടുക്കുന്നത് ഹി ഓഫൺ ലീവ്സ് ആയിരുന്നു ഓക്കെ ആയിരുന്നു, അങ്ങനെയാണ് കറക്റ്റ് ആയത്. പക്ഷെ ഓഫൻ അവിടെ നീ കൊടുത്ത പൊസിഷൻ മാറിപ്പോയി, അങ്ങനെയാണ് ഉദ്ദേശിച്ചെങ്കിൽ. അല്ലെങ്കിൽ ഓഫൻ വേണ്ട. നിതി ഈസ് ആൻ ഇമിഗ്രന്റ് as she was born and brought up in Middle East. That's great. She said, you won't understand me until you step into my shoes. Pinnalla. Dhoni's match winning knock paved the way for 2011 World Cup victory. That's great. He stepped into his father's shoes. That's great. Quo warranto is a writ used to prevent people from stepping into others' shoes related to public employment. That's great. Sometimes I think that this is imperative to take up her garden area and stepping into her shoes by planting new plants. That's great. ആരെയുടെ കാര്യം പറഞ്ഞത്? അമ്മൂമ്മയുടെ കാര്യമാണോ അതോ അമ്മയുടെ കാര്യമാണോ? ആരതി പറഞ്ഞിപ്പം മെഡൽ ഇൻ എന്ന വേർഡ് നമ്മൾ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മിസ്സേ. മെഡൽ ഇന്നോ ഒരു സെക്കൻഡ്, മെഡൽ വിത്ത് ആണ് സാധാരണ വരാറ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ ഞാൻ മറന്നുപോയിട്ടാണ്. ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. മെഡൽ ഇൻ ഞാൻ നോക്കട്ടെ അങ്ങനെ ഉണ്ടോന്നേ. ഓ ശരിയാ ഐ എം സോ സോറി. മെഡൽ വിത്ത് അല്ല, ഇന്റർഫിയർ വിത്ത് ആണെന്ന് തോന്നുന്നു. മെഡൽ ഇന്നുണ്ട്, മെഡൽ വിത്ത് ഉണ്ടോ എന്നൊരു ഡൗട്ട്. ലെറ്റ് മീ സീ, നോക്കട്ടെ. മെഡലിൽ രണ്ടും പറയാം കേട്ടോ. അല്ല, മെഡലിൽ രണ്ടല്ല, സോറി. ഇന്റർഫിയറിൻ്റെ കൂടെ ഇന്നും വിത്തും പറയാം. പക്ഷെ മെഡലിൻ്റെ കൂടെ നമ്മൾ ഇന്നാ പറയുന്നത്. കറക്റ്റ്. ഐ എം സോ സോറി ഫോർ ദാറ്റ്. കറക്റ്റ്. ഓക്കെ, യെസ്. മെഡൽ നമ്മൾ ഇടപെടുക എന്നാണ് മെഡലിൻ്റെ അർത്ഥം. ഞാൻ ഒരു മിസ്റ്റേക്കാണ് അത്. മെഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടപെടുക, കാരണം നമ്മൾ ഇന്റർഫിയർ ചെയ്യുക എന്നാണ്. ഇന്റർഫിയർ എന്നതിൻ്റെ കൂടെ നമുക്ക് ഇന്ന് കൊടുക്കാം, ഫിക്സഡ് പ്രപ്പോസിഷനായിട്ട് ഇന്നും കൊടുക്കാം, വിത്ത് കൊടുക്കാം, മാറി ഉപയോഗിക്കാം. രണ്ട് കറക്റ്റാണ്. പക്ഷേ മെഡലിൻ്റെ കൂടെ വിത്ത് കൊടുക്കാൻ പറ്റില്ല. അത് എൻ്റെ മനസ്സിൽ റോങ് ആയിട്ട് കയറിപ്പോയൊരു പരിപാടിയാണ്. ഇന്നാണ്. ദാറ്റ്സ് റൈറ്റ്. ഐ എം സോ സോറി കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തോട്ട് പോകാം. ദ്രൗപദി മുർമു സ്റ്റെപ്ഡ് ഇൻ അക്ഷയ് 2 P ഉണ്ട് കേട്ടോ. സ്റ്റെപ്പിംഗ് സ്റ്റോൺ PP ഉണ്ട് കേട്ടോ. PP സ്റ്റെപ്ഡ് ഇൻ ടു രാംനാഥ് കോവിന്ദ് ഷൂസ്. ഓൾ റൈറ്റ്. She left no stone unturned to be a successful entrepreneur. That's great. Shahana's alacrity for wedding made her parents to reckon on. മെയ്ഡിൻ്റെ കൂടെ ഒരിക്കലും ടു ഇൻഫിനിറ്റീവ് കൊടുക്കില്ല. ഇപ്പം നമ്മൾ പറഞ്ഞല്ലേ ഉള്ളൂ. ഞാൻ ലക്ഷ്മിയോട് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ ഷമാസെ. ഷഹാനസ് അലക്രിറ്റി ഫോർ വെഡിങ് മെയ്ഡ് ഹർ പേരൻസ് റെക്കൺ വിത്ത് മെനി പ്രൊപ്പോസൽസ് ആണ്. ടു റെക്കൺ വേണ്ട, വെറും റെക്കൺ മതി. കാര്യം നമ്മൾ എപ്പോഴും ഒരു മെയ്ഡ് എന്ന പോസിറ്റീവ് വെർബ്, ലെറ്റ് എന്ന പോസിറ്റീവ് വെർബ്, ബിഡ് എന്ന പോസിറ്റീവ് വെർബ്, അങ്ങനെയുള്ള ഹെൽപ്പ് എന്ന പോസിറ്റീവ് വെർബ്, അങ്ങനെയുള്ള വെർബുകളുണ്ടല്ലോ. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന V1 ആണ്. V1 എന്ന സെൻസ് ഇൻഫിനിറ്റീവ്, ബെയർ ഇൻഫിനിറ്റീവ്, വെർബല്ല കേട്ടോ, ബെയർ ഇൻഫിനിറ്റീവ് കേട്ടോ. To reckon വേണ്ട, വെറും reckon with many proposals കൊടുക്കാം കേട്ടോ ഷമാസ്. Take up the opportunity maximum. Okay, all right. Take up your own time to improve your skills. That's great. She leaves no stone unturned to crack civil service. That's great. Okay, my husband sometimes distortion his attitude. ഇല്ല അവിടെ തെറ്റി. അയാൾ ഡിസ്റ്റോർട്ട് ചെയ്യുന്നല്ല ഉദ്ദേശിക്കുന്നത് ഹസ്ബൻഡിനെ. അപ്പൊ ഇങ്ങനെ കൊടുക്കണേ, my husband sometimes distorts ഹിസ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു. ട്വിസ്റ്റ് ചെയ്യുന്നു അല്ലേ? അത് കറക്റ്റാണ്. പക്ഷെ ഡിസ്റ്റോഷൻ നൗണല്ലേ ഹൗമോളെ? ഹൗമോൾക്ക് ഇവിടെ വേണ്ട ഒരു വെർബാ. വെർബ് എന്താ? ഡിസ്റ്റോർട്ട് ചെയ്യുക. ഡിസ്റ്റോഷന്റെ നൗൺ എന്താ? ഡിസ്റ്റോർട്ട് ചെയ്യുക കേട്ടോ. ഡിസ്റ്റോർട്ട്. അപ്പോൾ അത് സെറ്റാ. ഡിസ്റ്റോർട്ട് ചെയ്യുക വെർബായിട്ട് കൊടുക്കണമെങ്കിൽ അത് കൊടുത്തു. കറക്റ്റാ. ഡിസ്റ്റോർട്ട്സ്. ഹരി ഗുഡ് മോർണിംഗ്. ശരിയാണ്. മെഡിൽ ഇൻ സമ്മൺ, മെഡിൽ വിത്ത്. ഞാനത് പറഞ്ഞായിരുന്നല്ലേ? എല്ലില്ല അല്ലല്ല. അതല്ലടാ, മെഡലിലൂടെ വിത്ത് വരുന്നില്ല. ഞാനത് ഇപ്പം നോക്കി. മെഡലിലൂടെ വിത്ത് വരുന്നില്ല. മെഡലിൻ്റെ കൂടെ അല്ല, ഇന്റർഫിയറിൻ്റെ കൂടെയാണ് ഇന്നും വിത്തും വരുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾ. നമുക്കത് ഞാൻ പറഞ്ഞതിൽ അല്ല, മെഡൽ വിത്തും ഉണ്ടല്ലോ. ഒരു സെക്കൻഡേ. മെഡൽ വിത്തും ഉണ്ട്, മെഡൽ ഇന്നും ഉണ്ടോ? രണ്ടും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം എനിക്കൊരു ഡൗട്ട്. രണ്ടും കറക്റ്റാണ്. മെഡൽ ഇന്നും മെഡൽ വിത്തും കറക്റ്റാണ് കേട്ടോ. രണ്ടും കറക്റ്റാണ്. ഇവിടെ കേംബ്രിഡ്ജ് ഡിക്ഷണറി അനുസരിച്ച് രണ്ടും കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ രണ്ടും കറക്റ്റ് ആയിരിക്കും. ചില ഡിക്ഷണറി നമ്മൾ ഒതന്റിക് ആയിട്ട് ഡിക്ഷണറി നോക്കിയില്ലെങ്കിൽ നമ്മൾ പണി പാടും. അതുകൊണ്ട് ഞാൻ ഒന്ന് റെഫർ ചെയ്താണ്, ഡൗട്ട് വന്നുകൊണ്ട് റെഫർ ചെയ്താണ്. കേംബ്രിഡ്ജ് ഡിക്ഷണറി, ഓക്സ്ഫോർഡ് ഡിക്ഷണറി, അതുപോലെ തന്നെ നമുക്ക് മെറിം വെബ്സ്റ്റർ, അങ്ങനെയുള്ള ഡിക്ഷണറീസൊക്കെ ഇംഗ്ലീഷിലെ പ്രോമിനൻറ്റ് ഡിക്ഷണറീസ് ആണ്. പ്രോമിനൻ്റ് എന്നല്ല, വെറുതെ പേര് കേട്ടെന്നല്ല, ഇന്റർനാഷണലി അക്ലെയിംഡ് ആയിട്ടുള്ള അതാണ് സ്റ്റാൻഡേർഡ് ഡിക്ഷണറീസ്. അപ്പോൾ ഈ ഡിക്ഷണറീസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ
അവിടെ നമുക്ക് ഒത്തൻറ്റിക് ആയിട്ട് മീനിങ് കിട്ടും. അപ്പോൾ മെഡലിലൂടെ ഇന്ന് കൊടുക്കാം വിത്ത് കൊടുക്കാന്ന് കേംബ്രിഡ്ജ് ഡിക്ഷണറി പറയുന്നത്. അപ്പോൾ 2 കൊടുത്തു, കറക്റ്റാണ്. 2 എടുത്താലും കറക്റ്റാണ് കേട്ടോ. പിന്നെ 2 കറക്റ്റാണ്. ഓക്കെ. ആരതി ലെഫ്റ്റ് നോ സ്റ്റോൺസ്, നോൺ സ്റ്റോൺസ് കൊടുക്കല്ലേ. ഷമാസ നോ സ്റ്റോൺസ് കൊടുക്കരുത്. ഇഡിയം അല്ല, ഇഡിയത്തിൽ നമുക്ക് പ്ലൂറൽ സിംഗിൾ ഒന്നും മാറ്റാൻ പറ്റില്ല. നോ സ്റ്റോൺ എന്ന് കൊടുത്താൽ മതി. ആൻഡ് ടേൺ ടു ഹാവ് എ പീസ്ഫുൾ സ്ലീപ്പ് ഓഫ് 8 hours. ആ സ്റ്റോൺസ് എസ് വേണ്ട കേട്ടോ. ഇന്നലെ മുതൽ മിസ് സൈലന്റ് ആണല്ലോ. നോ ആൻസർ. അയ്യോ അല്ലടാ, അതെന്നാന്നറിയോ, ഇന്നലെ ഞാനൊരു യാത്ര ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ പിടിക്കും. ഞാൻ സത്യം പറയും, ഇന്നലെ ഞാൻ പെട്ടെന്നൊരു ഡ്രൈവ് പോയി. പെട്ടെന്ന് മമ്മിക്ക് വയ്യായിരുന്നു. അപ്പോൾ മമ്മിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് അല്ല ടൗണിൽ പോയ സമയത്ത് ഇന്നടുത്ത് പോകണ്ട, വേറൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ദൂരെ ഒരു സ്ഥലത്തോട്ട് പോയി, ഒന്ന് കാണാൻ പോയി. പോയിട്ട് ഞാൻ വന്ന് കയറിയത് 6:20 ആയപ്പോഴാണ്. 6:30ക്ക് എനിക്ക് പെയ്ഡ് ക്ലാസ് ഉണ്ട്. 6:20 ആയപ്പോൾ ഞാൻ വന്ന് കയറി. പിന്നെ പെയ്ഡിലോട്ട് കയറി. വൈകിട്ടായപ്പോഴേക്കും ഷഫീഖ് സാറിൻ്റെ കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സെഷൻ ഉണ്ടായിരുന്നു. സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഭക്ഷണം കഴിച്ച് കുളിച്ച് കയറി കിടക്കാനുള്ള ടൈമേ പിന്നെ കിട്ടിയുള്ളൂ. പിന്നെ ഒന്നിനുള്ള സമയം. പിന്നെ ആകെപ്പാടെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഒരു ക്വിസ് ഇടാൻ പറ്റി. അത് മാത്രമേ ഞാൻ അഡീഷണൽ ആയിട്ട് ചെയ്തുള്ളൂ. വേറെ ഒന്നും ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല ഇന്നലെ. സത്യം പറഞ്ഞ ടൈം കിട്ടിയില്ല, അതാണ് കാര്യം. ഇന്നലെ ഒരു യാത്രയിലായിരുന്നു. അത് മമ്മിക്കൊരു ആവശ്യത്തിന് പോയ വഴിക്ക് അങ്ങനെ പോകേണ്ടി വന്നു. കുറച്ച് ദൂരം പോകേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം സഞ്ചരിച്ചു ഇന്നലെ. She left no stone unturned to marry her love. That's great. Their protests were later taken up by other groups. That's great. Rishi Sunak is an immigrant from Punjab province in today's Pakistan. All right. Okay. My brother leaves no stone unturned to get back his position. That's great. That's great. രണ്ടുപേരുടെ ആണല്ലേ. ഓ ആരതി, ശരി. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച് കറക്റ്റാ അല്ലേ. ഹി ടേക്സ് അപ്പ് റൈറ്റിംഗ് നോവൽസ് പേവ് ദ വേ ഫോർ, അല്ലല്ല, ഇങ്ങനെ കൊടുക്കണം. അങ്ങനെയാണ് ഇങ്ങനെ കൊടുക്കണം ഷൈനി. ഹിസ് ടേക്കിംഗ് അപ്പ് റൈറ്റിംഗ് നോവൽസ് പേവ്സ് ദ വേ ഫോർ റീഡിംഗ് ബഷീർസ് നോവൽസ്. ഇങ്ങനെ കൊടുക്കാം ഷൈനി, ശ്രദ്ധിച്ചോ. ഹിസ് ടേക്കിംഗ് അപ്പ് റൈറ്റിംഗ് നോവൽസ് പേവ്സ് ദ വേ ഫോർ റീഡിംഗ് ബഷീർസ് നോവൽസ്. കാരണം ഹി ടേക്സ് അപ്പ് എന്ന് പറഞ്ഞൊരു ക്ലോസ് ആയി പോയി. അതിന് പകരം അതൊരു ജെറണ്ടായിട്ട് സബ്ജക്റ്റ് ആയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഹിസ് ടേക്കിംഗ് അപ്പ് കൊടുത്തു, അപ്പോൾ സെറ്റ് ആവും കേട്ടോ ഷൈനി. ഷി റെക്കൻസ് വിത്ത് സ്റ്റാർട്ട് കൊടുക്കില്ലടാ മേഘ, സ്റ്റാർട്ട് കൊടുക്കില്ല. എന്നാ വിത്ത് എന്ന് പറയുന്നൊരു പ്രൊപ്പോസിഷനാണ്. പ്രൊപ്പോസിഷൻ വെർബിന്റെ V1 അല്ല, വെർബിന്റെ ജെറൻ ഫോമുലേഷൻ കൊടുത്തു, ആ സെറ്റാ. കാര്യം ഒരു പ്രൊപ്പോസിഷന് ശേഷം നമ്മൾ എപ്പോഴും ഒബ്ജക്റ്റ് കൊടുക്കുക, നൗണോ പ്രൊനൗണോ. ജെറന്റെ വെർബൽ നൗണോ, അപ്പൊ അങ്ങനെ കൊടുക്കുക. ഷി റെക്കൻസ് വിത്ത് സ്റ്റാർട്ടിംഗ് എ ന്യൂ ബിസിനസ് ആഫ്റ്റർ ഗ്രാജുവേഷൻ എന്ന് കൊടുക്കണേ മേഘ, ശ്രദ്ധിക്കണം കേട്ടോ. ഐ ക്യാൻ ടേക്ക് അപ്പ് ടു പേരൻസ് ഇൻ മൈ കാർ. ഓ പുതിയ കാർ വാങ്ങിയോ, അടിപൊളി. അപ്പൊ ടേക്കപ്പ് വേണ്ട, ഐ ക്യാൻ ടേക്ക് മൈ പേരൻസ് ഇൻ മൈ കാർ എന്ന് കൊടുത്തു, അത് കറക്റ്റാ. അല്ലാതെ അപ്പം അവിടെ വേണ്ട, ടേക്കപ്പ് അവിടെ വേണ്ട. കാരണം നമ്മളവിടെ ടേക്കപ്പ് എന്ന് പറഞ്ഞൊരു ഉദ്യമം ഏറ്റെടുക്കുക എന്നുള്ള അർത്ഥത്തിലല്ലേ. അപ്പൊ അവിടെ കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് ടേക്ക് മൈ പേരൻസ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അതുപോലെ അവിടെ ഫ്രേസൽ വേർബിന്റെ ആവശ്യമില്ല. ഹി ലെഫ്റ്റ് നോ സ്റ്റോൺസ് അൺടേൺ. നോ സ്റ്റോൺസ് കൊടുക്കരുതെന്നേ സ്വാതി, നോ സ്റ്റോൺ കൊടുക്കാം കേട്ടോ. നോ സ്റ്റോൺ കൊടുക്കാം. അൺടേൺ ടു അച്ചീവ് ഹിസ് IAS ഡ്രീം ആൻഡ് റെക്കൺ വിത്ത് ഓൾ സോർട്സ് ഓഫ് ബാരിയേഴ്സ്. ദാറ്റ്സ് ഗ്രേറ്റ്. APJ left no stone unturned for his success. That's great. സേതുരാമയ്യർ അല്ലേ? സേതുരാമയ്യർ ലീവ് അല്ല ഷഹന, ലീവ്സ് കൊടുക്കാം അല്ലെ ലെഫ്റ്റ് കൊടുക്കാം. കാരണം സേതുരാമയ്യർ ഒരാളുടെ പേരാ, സിംഗുലറാ. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ എങ്കിൽ വെർബ് സിംഗുലർ കൊടുക്കും. ലീവ്സ് നോ സ്റ്റോൺ അൺടേൺ ടു ഫൈൻഡ് ദ കോസ് ഓഫ് ഹർ ഡെത്ത്. അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് കൊടുത്താൽ ലെഫ്റ്റ് കൊടുക്കാം. The authorities vowed to leave no stone unturned to solve this problem. That's right. Owing to the deficiency in job opportunities, the youngsters of India are persistently trying to become immigrant of neighboring countries for encountering possible job opportunities. Yes, they are left. He just came and stepped into others' shoes without considering their efforts. That's great. She leaves no stone unturned to achieve his goal. അവന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അതോ മാറിപ്പോയതാണോ? ഹെർ ഗോളിന് മാറിപ്പോയതാണോ? രണ്ടും കറക്റ്റ് ആണ് കേട്ടോ സെൻറ്റിലെ, എന്നാലും ചോദിച്ചാണ്. The government tried to resolve the distortion created by the arrival of illegal immigrants from their home state. That's great. Distortion of facts is a common thing, especially in political debates and press meets. That's great. There will be permanent distortion if we don't bother about climate change. All right, that's great. ട്രിപ്പ് പോകുമ്പോൾ ഇനി ഞങ്ങളെ കൊണ്ടുപോകണമെന്നല്ലേ. ട്രിപ്പായിട്ട് പോയതല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ ട്രിപ്പായിട്ട് പോയതല്ല പറഞ്ഞിട്ടില്ലേ. മമ്മിയും കൂടെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് ഇനി ഒരാൾ പറഞ്ഞു ഇന്ന സ്ഥലത്ത് പോകുന്നു. അപ്പോൾ ഇച്ചിരി ദൂരമുണ്ട്. അപ്പോൾ മമ്മിയോട് ചോദിച്ചു നമുക്ക് പിന്നെ ഒരു ദിവസം പോകാമല്ലോ. അപ്പോൾ ഇവൻ എന്താ ഇപ്പം തന്നെ അങ്ങ് വിട്ടേക്കാം, ക്ലാസ് ഉണ്ട്. മമ്മിക്ക് വയ്യേ, മമ്മീനെ കൊണ്ട് ഞാൻ പോയിരിക്കും. ഡ്രൈവ് ചെയ്യാൻ കിട്ടുന്ന ഓരോ അവസരവും മുതലെടുക്കുന്നവളാണ് ഈ റിൻറ്റു. എനിക്ക് എന്താണെന്നറിയില്ല, കിട്ടിക്കഴിഞ്ഞ അവസരം ഞാൻ വിട്ടുകളയില്ല. എവിടെയെങ്കിലും പോകണം മമ്മി ഞാൻ ഉണ്ട് എന്ന് പറയും. അതാണ് അവസ്ഥ. ചുമ്മാ ഡ്രൈവ് ചെയ്ത് പോകാമല്ലോ, ഒരു രസം. Children plan to leave no stone unturned for planting more plants in order to decrease global warming. That's great. The distortion of law is easy to win in a case. That's great.
മമ്മിയുടെ അന്വേഷണം പറയും മാം, ടേക്ക് കെയർ ഓഫ് ഹെൽത്ത് മാം. ഓഫ് കോഴ്സ് മമ്മിയോട് പറഞ്ഞേക്കാം. വീട്ടിൽ ഞാൻ പ്രത്യേക സ്ട്രാറ്റജി. ഇപ്പം രാവിലെ എഡിറ്റോറിയൽ കഴിയുമ്പോഴേക്കും ഞാൻ അവരെ വിളിക്കും. വീട്ടിൽ ചാച്ചനെ വിളിച്ച് നോക്കും, ചാച്ച എങ്ങോട്ടും പോകുന്നുണ്ടോ, ചാച്ച എങ്ങോട്ടും പോകണോ, ചാച്ചനെ കൊണ്ടുപോകണോ എന്ന് ചുമ്മാ. ചാച്ചൻ സ്വന്തം പോലെ അറിയില്ലട്ടല്ല കേട്ടോ, എനിക്കൊരു സുഖം, എനിക്ക് എവിടെയൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അങ്കിളിനോട് ചോദിക്കും, അനിമനോട് ചോദിക്കും ഞാൻ. അതുപോലെ തന്നെ ഇലകളോട് ചോദിക്കും, റിട്ടവളോട് മോളെ നമുക്ക് ഇന്ന് എവിടെയെങ്കിലും പോയാലോ കൂട്ടാ ചോദിക്കും. അപ്പോൾ പറയേ നമ്മൾ നമുക്ക് എന്തെങ്കിലും ഇവിടെ പോയാലോ കൂട്ടാ. അപ്പോൾ അവൾ പറയും, ഓ ഒന്ന് അടങ്ങിയിരിക്കുന്നു വീട്ടിൽ, നിനക്ക് എപ്പോഴും ഇപ്പോൾ പുറത്തോട്ട് പോയാൽ മതി എന്നുള്ളൂ, നിന്റെ ഡ്രൈവിങ്ങിൻ്റെ ക്രേസ് വെച്ചിട്ട് കൂടുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ വഴക്കാം. അപ്പം ഞാൻ അമ്മേനെ വിചാരിച്ചു, ഓക്കെ അടങ്ങി ഒതുങ്ങി കുറച്ച് ദിവസം ഇരുന്നേക്കാന്ന് വിചാരിച്ച് ഞാൻ ട്രൈ ചെയ്തു. ഒരു ദിവസം ഇന്നലെ ഞാൻ അടങ്ങി ഒതുങ്ങി വീട്ടിൽ ചെയ്തു. ഇന്നലെ മാത്രം ഞാൻ അടങ്ങി ഒതുങ്ങി, മിനിഞ്ഞാന്ന് ഞാൻ അടങ്ങി ഒതുങ്ങി വീട്ടിൽ, പക്ഷെ പറ്റിയില്ല. എന്നിട്ട് വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മുടെ തൊട്ടടുത്തൊരു മലയുണ്ട്, മല കയറാൻ വേണ്ടി പോയി. കാരണം വീട്ടിൽ നിന്നിട്ട് പറ്റില്ല, അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ അടങ്ങി ഒതുങ്ങി വീട്ടിൽ. ഐ മീൻ ഐ ജസ്റ്റ് വോണ്ട് ടു ഗെറ്റ് സം ഫ്രഷ് എയർ, എപ്പോഴും ഒന്ന് ഫ്രഷ് ആവണം. കാരണം ഫുള്ളി ഓൺലൈൻ അല്ലേ, വേറെ ആൾക്കാരെയൊക്കെ കാണാൻ ഐ മിസ് പീപ്പിൾ. കുറച്ച് കാലമായി, ഇപ്പോൾ ഒരാഴ്ചയായുള്ളൂ എറണാകുളത്ത് നിന്ന് വന്നിട്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കൊരു ഇതുണ്ടല്ലോ, അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നൊരു ത്വര, അതാണ് പ്രശ്നം. Yes, demonetization paved the way to financial troubles in India. ഇടയ്ക്ക് നിങ്ങൾ try to mingle with people, get some fresh air, have some good food കേട്ടോ. ലൈഫിന് എപ്പോഴും അങ്ങനെ രീതിയിൽ കാണാം. Yes, Amla left no stone unturned to patch up the broken relation with her boyfriend. That's great. My younger cousin left no stone unturned to take up all chocolates I bought from the shop. അത് കൊള്ളാലോ പാർവതി. The obsolete writing, എൻ്റെ വല്ലോ അനിയനായിരുന്നെങ്കിൽ അവനിപ്പോൾ മേടിച്ചേനെന്ന് സത്യം പറയാലോ. ചോക്ലേറ്റ് കൊടുത്തിട്ടുള്ള സ്നേഹമൊന്നും ഉണ്ടെന്ന്. The obsolete wiring system takes up additional electricity. That's great. I take him to exercise every day. Exercise in every day പറയില്ല. എവറിഡേ ഒരു അഡ്വേർബ് ആട്ടോ മേക്ക. നമ്മൾ അഡ്വേർബിന് മുമ്പിൽ ഒരിക്കലും പ്രിപ്പോസിഷൻ കൊടുക്കില്ല, അത് നിർബന്ധമായിട്ട് ശ്രദ്ധിച്ചോണേ. നൗണിന് മുമ്പിൽ പ്രിപ്പോസിഷൻ നമ്മൾ കൊടുക്കും, കാരണം നൗണ് നമ്മൾ പ്രൊപ്പോസിഷൻ നമ്മൾ നൗണിന് വേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. നൗണല്ലേ പ്രൊനൗണിന് വേണ്ടിയിട്ട്, ഒബ്ജക്റ്റ് പ്രൊനൗണിന് വേണ്ടിയിട്ട്. കാര്യം പ്രൊപ്പോസിന് ശേഷം ഇപ്പോൾ ഒബ്ജക്റ്റാണ് കൊടുക്കണേ. അതുകൊണ്ട് നമ്മൾ ഇന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് സ്ഥലം കൊടുക്കായിരുന്നു അല്ലേ, ഇന്ന ഡേറ്റ് കൊടുക്കാം, അല്ല ഓൺ ഡേറ്റ് കൊടുക്കാം, എന്നിട്ട് ഇന്ന് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ മനസ്സിലായോ, നൗണ് കൊടുക്കാം. പക്ഷേ ഒരിക്കലും നമുക്ക് എവറിഡേയുടെ കൂടെ കൊടുക്കത്തില്ല, എവറിഡേ ഒരു അഡ്വേർബാണ്. അപ്പോൾ അതും കട്ട് ചെയ്യാം കേട്ടോ. ഐ ടേക്ക് അപ്പ് ടു എക്സസൈസ് എവറി ഡേ എന്ന് കൊടുത്താൽ മതി, ഇന്ന് വേണ്ട. ഇറ്റ്സ് ഹൈ ടൈം ഫോർ ഇൻ ടു മാം ടു സ്റ്റെപ്പ് ഇൻ ടു ഹർ മമ്മീസ് ഷൂസ്. ഓ എടാ ഈയുടെ ഷമ്മാസെ ഇല്ലടാ തോറ്റു തരില്ല എന്ന്. എം എസ് ധോണി സ്റ്റെപ്പ് ഇൻ ടു അല്ല സനിൽ, എം എസ് ധോണി ഒരാളാണ്, സിംഗുലർ ആണ്. അപ്പോൾ വെർബ് കൊടുക്കുമ്പോൾ സിംഗുലർ കൊടുക്കണ്ടേ. എം എസ് ധോണി സ്റ്റെപ്സ് ഇൻ ടു ഹിസ് ഗാംഗുലീസ് ഷൂസ് ഇൻ 2007 ആഫ്റ്റർ ദ റിട്ടയർമെന്റ് ഓഫ് ദ ലാറ്റർ. യെസ്, കൊച്ചിയിൽ പോയി ഡ്രൈവിംഗ് പഠിച്ചതിൻ്റെ കോൺഫിഡൻസ് ആണ് മിസ്സേ. ആടാ കോൺഫിഡൻസ്, എന്താ ചെയ്യാം, ഒരു രക്ഷയില്ലടാ. അതാ ഡ്രൈവിംഗ് എനിക്കൊരു ക്രേസാണ് മിസ്സേ. അടുത്ത വീട്ടുകാർ ഓട്ടോ പിടിക്കാൻ പോയാൽ ഞാൻ കൊണ്ടുവിടും, ഇട്ട് കൊടുക്കും. അപ്പോൾ അവളെ നമ്മൾ സെയിം ടു സെയിം ആട്ടോ കാര്യം. അത് തന്നെ എന്നാ അറിയാം, ഞാൻ രാവിലെ എണീക്കുന്നത് എന്താണെന്നറിയോ, ഇന്ന് എവിടെ പോകണം, ഇന്ന് ആരെയും കൊണ്ട് പോകണം എന്ന ചിന്തയിലാണ്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ മാഹിയിൽ കുറേ നാൾ വർക്ക് ചെയ്തായിരുന്നു, തലശ്ശേരി. അവിടെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഒരു 75 വയസ്സുകാരൻ ഫ്രണ്ടുണ്ട്. പുള്ളിക്കാരൻ ഞാൻ ഭയങ്കര കമ്പനിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിപ്പോൾ കോവിഡിൻ്റെ സമയത്താണ് ഞാൻ മാഹിയിൽ നിന്ന് വർക്ക് നിർത്തിയിട്ട് ഇങ്ങോട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവിടെ ഓൺലൈൻ വർക്കായിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ പുള്ളിയെ കാണാൻ ഞാൻ 3 തവണ പോയി. അത് കഴിഞ്ഞ് ഞാൻ 3 തവണ പുള്ളിയെ കാണാൻ വേണ്ടി പോയി. ബിക്കോസ് പുള്ളി എപ്പോഴും പുള്ളിക്ക് ഒറ്റയ്ക്കാണ്. അപ്പോൾ മിസ്സിങ് ആകുമല്ലോ. ഞങ്ങൾ എപ്പോഴും ഭയങ്കരമായിട്ട് കമ്പനി, ഞങ്ങൾ ചായക്കടയിലൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞ് ഭയങ്കര കമ്പനി അടിച്ചുകൊണ്ടിരുന്ന ആളാണ് തലശ്ശേരിയിൽ കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ കമ്പനിയാണ് പുള്ളിക്കാരൻ. അപ്പോൾ ഭയങ്കര കൂട്ടാണ് ഞങ്ങൾ. അപ്പം പുള്ളിക്കാരനാണെങ്കിൽ എല്ലാവർക്കും അറിയാം ഞങ്ങളപ്പോൾ ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ മിസ് ചെയ്യും. അപ്പോൾ ഇടയ്ക്ക് വിളിക്കും, എന്താ പറയും, ഇപ്പോൾ കുറേ ആയാലും നീ എന്നെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് വിളിക്കും. അപ്പോൾ എന്നിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ എത്ര ആളെ വിളിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. പുള്ളി പറയും, ഓ ഞാൻ തട്ടിയൊന്നും പോയിട്ടില്ലടി എന്ന് എന്നോട് പറയും. കാര്യം അങ്ങനെയാണ് ഞങ്ങൾ. അപ്പം കഴിഞ്ഞിടയ്ക്ക് തലശ്ശേരിയിൽ ഒരു ഉത്സവം വന്നായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചു. ഉത്സവത്തിന് ഞങ്ങൾ കൂടിക്കൊണ്ടിരുന്ന വിളിച്ചപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. 2 വർഷം കോവിഡിനൊക്കെ ശേഷം നല്ലൊരു ഉത്സവമായിരുന്നു, പോകാൻ പറ്റില്ല. ഞാൻ എറണാകുളത്തായിരുന്നു, ഞങ്ങൾക്ക് മിസ് ചെയ്യാൻ കാണാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ആഴ്ച പോകാനിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച കസിൻ തിരിച്ചിങ്ങോട്ട്, അവൻ ഇങ്ങോട്ട് വന്നു, നാട്ടിലോട്ട് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അവൻ വന്നുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. ഈ ആഴ്ച ഓശാനയാണ് ഈ പറയുന്നത്, ഞായറാഴ്ച. അപ്പോൾ ചാച്ചനോട് ഞാൻ ചാച്ച നമുക്ക് ഞായറാഴ്ച തലശ്ശേരിക്ക് പോയല്ലോ. അപ്പോൾ ചാച്ച പറഞ്ഞു, ഓശാനയിലിടി, ഓശാനെന്ന് പള്ളി പോകണ്ടേ. ഞാൻ പറഞ്ഞു, ഓശാനയാണെങ്കിൽ ഇപ്പം എന്താ നമുക്ക് പോകാം, യാത്രയല്ലേ ഇമ്പോർട്ടൻറ്റ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ചാച്ച അതെ നമുക്ക് യാത്ര പോകാം. അപ്പോൾ ഞങ്ങൾ തലശ്ശേരി പോകാൻ വേണ്ടിയിരിക്കുകയാണ് ഈ പറയുന്ന ഞായറാഴ്ച. അങ്ങനെയൊക്കെയാണ് ഞാൻ തലശ്ശേരി പോയിട്ട് ഒന്ന് പുള്ളിയെ കാണണം എന്നൊക്കെയാണ്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ ഹമ്മോള് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. കാരണം വെച്ചാൽ ഞാൻ അങ്ങനെയാണ്, ഇനി അടുത്ത ആൾക്ക് എന്താ സഹായം വേണോ, അതായത് ഡ്രൈവ് ചെയ്ത് നിങ്ങളെ എവിടെയെങ്കിലും കൊണ്ടുവിടണോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കും. കാരണം അതൊരു എന്താ പറയുക, എനിക്ക് പ്രത്യേക ഇഷ്ടമാണ്. എൻ്റെ അനിയത്തിമാർ ആവശ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രൈവിംഗ് പഠിച്ചത്. ഞാൻ ട്രാവലിനോട് ഭയങ്കര ക്രേസുള്ള ആളായതുകൊണ്ട് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത്
എനിക്ക് ഡ്രൈവ് ഒരു ക്രേസ് ആയി മാറി. ഭയങ്കര ഒരു എന്നും ഞാൻ ഐ എം ലുക്കിംഗ് അപ് ടു ഇറ്റ് എപ്പോഴും, എവറിത്തിങ് ഐ എം ലുക്കിംഗ് അപ് ടു ഇറ്റ് എപ്പോഴും കേട്ടോ. അങ്ങനെ ഒരു അവസ്ഥയാണ്. It is imperative to reckon with enactments that are paving the way for protecting and guaranteeing the rights of and privacies of citizens. That's great. The loss of her parents at an early age distorted her outlook on life. That's great. അടിപൊളി. അപ്പം നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോവാം അല്ലേ? അടുത്ത സെറ്റിലോട്ട് പോവാം. അടുത്ത സെറ്റ് ഇതാ ലിവ് അപ് ടു. ഞാൻ ഒന്ന് പറയട്ടെ, ഇതൊക്കെ ഓർത്തോണെ. പേവ് ദ വേ, റെക്കൺ വിത്ത്, ഡിസ്റ്റോർഷൻ, ടേക്ക് അപ്പ്, സ്റ്റെപ്പ് ഇൻ ടു സംബഡീസ് ഷൂസ്, ലീവ് നോ സ്റ്റോൺ അൺടേൺ, ഇമിഗ്രന്റ്. ഇത്രയാണ് നമുക്കുള്ള ഇത് നമ്മുടെ വൺ സൈഡ്. അടുത്ത സൈഡിലോട്ട് പോകാം. സ്ലൈഡ് നോക്കാം. ലിവ് അപ് ടു സംബഡി ലിവ് അപ് ടു സംതിങ്, അതാണ് മെയിൻ ആയിട്ട് നമ്മൾ പറയാം. അപ്പൊ ലിവ് അപ് ടു എന്ന് പറഞ്ഞാൽ ഫുൾഫിൽ എക്സ്പെക്ടേഷൻസ്. അപ്പൊ നമ്മൾ പറയില്ലേ ലിവ് അപ് ടു ദി ഡെസ്റ്റിനി, ലിവ് അപ് ടു യുവർ ഫാദേഴ്സ് ലെഗസി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ് ലിവ് അപ് ടു എന്ന് പറഞ്ഞാൽ ഫുൾഫിൽ എക്സ്പെക്ടേഷൻ. നമുക്ക് മറ്റൊരാളെ എക്സ്പെക്ട് ചെയ്യാം നമ്മൾ ഇങ്ങനെ ആയിത്തീരാനൊക്കെ. അതാണ് ലിവ് അപ് ടു സംതിങ് എന്ന് പറയുന്നത്. ഓർത്തോണം കേട്ടോ. മാം യു ഹാവ് ടു ലേൺ നോ സ്റ്റോൺ അൺടേൺ ഇൻ ടൈം മാനേജ്മെന്റ്. ഓ യാ യെസ്, ടൈം മാനേജ്മെന്റ് ആയിരുന്നു ശ്രദ്ധിക്കണം. യെസ്, ഐ വിൽ ട്രൈ മൈ ഹാർഡ്. ഓഫ് കോഴ്സ് വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ അറിയാതായി പോകുന്നതാണ്. എബി, താങ്ക് യു ഫോർ ദ ഇൻഫോ. ഉറപ്പായിട്ടും റിമൈൻഡറിന് വേണ്ടിയിട്ട്. ഓക്കെ ആരതി, ബൈ, ടേക്ക് കെയർ. അടുത്ത ചോപ്പി വാട്ടേഴ്സ് ആണ്. ചോപ്പി വാട്ടേഴ്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ചോപ്പി വാട്ടേഴ്സ് നിങ്ങൾ കേട്ട് വെച്ചിട്ടുണ്ട്. കലക്കവെള്ളം അല്ല, എന്താ പറയാന്, അത് തന്നെ കലക്കവെള്ളം തന്നെ. കലക്കവെള്ളം മീൻസ് യു നോ അല്ലേ? മലയാളത്തിൽ നമ്മൾ കലക്കവെള്ളം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്നാണ്? അതിൻ്റെ ഒരു അർത്ഥമേ ഇതാണ്. ഇപ്പോൾ വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വാട്ടർ അൺകൗണ്ടബിൾ നൗണാണ്. വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വാട്ടർ ബോഡീസ് ആട്ടോ. ഓഷൻ ആയിക്കോട്ടെ, ലേക്ക് ആയിക്കോട്ടെ, റിവേഴ്സ് ആയിക്കോട്ടെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ കലക്കവെള്ളം ഉള്ള ഒരു ലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാ? കഷ്ടപ്പാടാണ് അവിടെ അല്ലേ? അവിടെ നമുക്ക് മീൻ പിടിക്കാൻ പറ്റില്ല, ഭയങ്കര കഷ്ടപ്പാടാണ്. അതാണ് തോന്നുന്നല്ലേ? അങ്ങനെയാന്ന് തോന്നുന്നല്ലേ? എനിക്ക് അറിയത്തില്ല. അങ്ങനെ കണ്ടാണ് അങ്ങനെ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് ഇതുമായിട്ട്. അങ്ങനെ കണ്ടാണ് ഈ ഇടിയം വന്നത് കേട്ടോ. ചോപ്പി വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ടൈംസ് ആണ്, അല്ലെങ്കിൽ അൺസർട്ടൺ ടൈംസ് ആണ്. ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സന്ദർഭം, സിറ്റുവേഷൻസ് ആണ്. അതിനാണ് ചോപ്പി വാട്ടേഴ്സ് എന്ന് പറയാം. ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ അൺസർട്ടൺ ടൈംസ് ഓർത്തോളാം. ഓക്കെ, യെസ്. അടുത്ത ലൈക്ക് വി വർ ഇൻ ചോപ്പി വാട്ടേഴ്സ് ഡ്യൂറിങ് ദ COVID-19 സമയത്ത്, പാൻഡമിക് ടൈമിൽ നമ്മൾ ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ടൈംസിലൂടെ കടന്നുപോയി എന്നൊക്കെ പറയാം നമുക്ക്. അങ്ങനെ രീതിയിൽ പറയാം. അടുത്ത ഇൻവിഗറേറ്റ് എന്ന് പറഞ്ഞാൽ ജീവൻ കൊടുക്കുക, സ്ട്രോങ്ങർ ആക്കുക, റീഇൻഫോഴ്സ് ചെയ്യുന്നൊക്കെയാണ്. അപ്പോൾ റീഇൻവിഗറേറ്റ് പുനർജീവിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് അല്ലേ? എനർജൈസ് ചെയ്യിപ്പിക്കുക, കൂടുതൽ സ്ട്രോങ് ആക്കുക എന്നൊക്കെയാണ്. സോ റീഇൻവിഗറേറ്റ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്: മേക്ക് സംതിങ് സ്ട്രോങ്ങർ ഓർ മോർ എക്സൈറ്റിംഗ്. കുറച്ചുകൂടി എക്സൈറ്റിംഗ് ആക്കിയ ഒരു കാര്യം മാറ്റുക, ഓർ കുറച്ചുകൂടി സ്ട്രോങ്ങർ ആക്കിയ ഒരു കാര്യം മാറ്റുക. അതിനെയാണ് നമ്മൾ റീഇൻവിഗറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ബൈ. ഓൾറൈറ്റ്, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആഹാ, മിനിമം ഷുഡ് റെക്കൺ വിത്ത് പ്രയോറിറ്റീസ് ബിഫോർ സ്റ്റെപ്പിംഗ് ഇൻ ടു വൈഫ് ഷൂസ്. അയ്യോ, വൈഫ്? ഏത് വൈഫ്? എനിക്ക് വൈഫ് ഉണ്ടെന്നോ? ഷമ്മാസേ, ദേ വൃത്തികേടാണല്ലോ. വൃത്തികേടല്ലല്ലോ അല്ലേ മാം? ഡ്രൈവിങ്ങിൽ അപ്പോൾ ഒരേ വേവ് ലെങ്ത് ആണല്ലോ. ആണ്, ശരിയാണ് നമ്മൾ ആണ്. ഓക്കെ, തലശ്ശേരിയാണോ പ്രഭിജിത്ത്? തലശ്ശേരി എവിടെയാടാ? ഞാൻ തലശ്ശേരി മാഹി കുറച്ചുനാൾ വർക്ക് ചെയ്തായിരുന്നു. തലശ്ശേരി ഭാഗത്ത് ആയിരുന്നു ഞാൻ എൻ്റെ ഹോസ്റ്റൽ. ടെമ്പിൾ ഗേറ്റ് ആയിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ട്. ടെമ്പിൾ ഗേറ്റ് ആയിരുന്നു ഹോസ്റ്റലായിരുന്നു ഞാൻ നിന്നുകൊണ്ടിരുന്നത്. ഓ, വൈബ് സിമിലർ ആയ കാരണോ? ഓ ശരി. ഐ ലിവ് അപ് ടു മൈ എയിംസ്. ദാറ്റ്സ് ഗ്രേറ്റ്. അത് കൊള്ളാം. പാർവതിയുടെ എക്സ്പെക്ടേഷൻസ് ഫുൾഫിൽ ചെയ്യുന്ന നല്ലൊരു കാര്യമാണ് കേട്ടോ. ദാറ്റ്സ് ഗ്രേറ്റ്. അടുത്ത് നോക്കിയേ, ഹാവ് വൺസ് വർക്ക് ഇട്ട് ഔട്ട്. ഒരുപാട് തവണ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ ഹാവ് വൺസ് വർക്ക് ഇട്ട് ഔട്ട് എന്ന് പറഞ്ഞ സംഭവം. ഇത്രയാണ്: ഹാവ് സംതിങ് വെരി ഡിഫിക്കൽട്ട് ടു ഡു. നിനക്ക് ഇങ്ങനെ പോയാൽ ശരിയാവില്ല കേട്ടോ. നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പം ഋഷിസൂനൊക്കെ നമ്മുടെ ഇതിലോട്ട് കയറിയപ്പം പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ ഇതിലോട്ട് കയറുമ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു ലീഡർ കയറുമ്പോൾ നമ്മൾ പറയില്ലേ നിങ്ങൾക്ക് ഒരുപാട് വലിയ പണി ചെയ്യാനുണ്ട് കേട്ടോ, പണി വരുന്നുണ്ട് പാപ്പച്ച എന്നുള്ള അർത്ഥം. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ഹംസ യൂസഫ് കയറിയപ്പോൾ ഈ ഹാസ് ഹിസ് വർക്ക് ഇട്ട് ഔട്ട്. പുള്ളിക്ക് ഒരുപാട് ഡിഫിക്കൽട്ടായ കാര്യങ്ങൾ ഇനി മറികടക്കാനിരിക്കുന്നു എന്നൊരു അനലിറ്റിക്കലായ ഒരു അവബോധം ഇവിടെ കൊടുത്തുകൊണ്ടാണ് ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. അതാണ് ഹാവ് വൺസ് വർക്ക് ഇട്ട് ഔട്ട്. അതായത് ഹാവ് സംതിങ് വെരി ഡിഫിക്കൽട്ട് ടു ഡു എന്നുള്ളതാണ്. Support someone who is in their choppy waters. That's great. That's great. Okay, അപ്പോൾ പിള്ളേരെ these are the vocab കേട്ടോ. ഇന്നത്തെ synonyms പോട്ടെ. These are the one words, idioms and phrasal verbs ഇപ്പത്തെ കേട്ടോ. നമ്മൾ പോവാണെങ്കിൽ അടുത്ത സെന്റൻസിലോട്ട് പോവാണ്. അടുത്ത synonyms, antonyms എന്ന റിലേറ്റഡ് വേർഡ്സിലോട്ട് പോകണം. Don't try to fish in choppy waters ആണല്ലേ നമ്മളത് പറയാറ്. Fish in choppy waters. Yes, സത്യം. ഷഹാന, നമുക്ക് അടുത്തലോട്ട് പോകുകയാണെങ്കിൽ എല്ലാവർക്കും ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ പഠനം നിങ്ങൾ തുടങ്ങി കാണുമെന്ന് വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അപ്ലൈ ചെയ്തൊക്കെ കഴിഞ്ഞു കാണുമായിരിക്കും. അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് കുറച്ച് നാളെ. PSCയുടെ ക്ഷീരവികസന വകുപ്പിന്റെ ഡയറി ഫാം ഇൻസ്ട്രക്ടറിൽ 2023 എക്സാം നടക്കാൻ പോകുന്ന സെപ്റ്റംബർ മാസം മുതൽ നവംബർ മാസത്തിലുള്ള ഏതെങ്കിലും സമയമായിരിക്കും. അപ്പം സെപ്റ്റംബറിൽ തന്നെ വരാമെന്ന് പ്രതീക്ഷ നമുക്ക് 100 ദിവസം എന്ന് കൂട്ടിക്കോ. അപ്പം അങ്ങനെ 100 തന്നെ ആ ഒരു അവസ്ഥ കൂട്ടിക്കോ. അപ്പം നിങ്ങളുടെ മുമ്പിലുള്ള ഈ ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? തിങ്ക് അബൌട്ട് ഇറ്റ്.
പോയിന്റ്സ് കറക്റ്റായിട്ട് പഠിക്കുക. കാരണം +2 ലെവലിലുള്ള എക്സാമാണ് പറ്റുന്നത്. കാരണം നിങ്ങൾക്ക് ബയോളജി അല്ല, സുവോളജി, ബോട്ടണി ഉണ്ട്, പിന്നെ കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, +2 ലെവൽ, മാത്ത് +2 ലെവലിലുള്ളതാണ്. അപ്പോൾ കൈ കൊണ്ട് നമ്മളെ കൊണ്ട് കൂട്ടില്ല എന്ന് വിചാരിക്കുന്നത് സിമ്പിൾ പരിപാടികൾക്കും പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസിൻ്റെ വരുന്നത്, മെട്രിക്സിൻ്റെ, അതിൽ പ്രോബബിലിറ്റി അങ്ങനത്തെ ഉള്ള ക്വസ്റ്റൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ബാക്കി വലിയ കാൽക്കുലസ് എന്നുള്ള കാര്യങ്ങളൊക്കെ വിട്ട് കളഞ്ഞിട്ട് അങ്ങനെ. പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് മാത്രം നിങ്ങൾക്ക് ഒരു സമാധാനത്തിനുണ്ട്, 10 മാർക്കിൻ്റെ സമാധാനം ഉണ്ടാവും നിങ്ങൾക്ക്. പിന്നെ സ്പെഷ്യൽ ടോപ്പിക് ഡയറി, ഫാമിംഗ് കാര്യങ്ങളൊക്കെ പറ്റിയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സ് എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 10-ാം തീയതി നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. ബാച്ച് ജോയിൻ ചെയ്യുന്ന താല്പര്യമുള്ളവർ 2400 രൂപ കോഴ്സ് ഫീ ഉണ്ട്. ഇപ്പോൾ Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടോടുകൂടി അവൈൽ ചെയ്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഡിഗ്രി പ്രിൻസിലെ ക്വസ്റ്റൻ ഡിസ്കഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1330 രൂപയുള്ളൂ നിങ്ങൾക്ക്. ഏറ്റവും മോഡേൺ ആയിട്ടുള്ള പുതിയ രീതിയിലുള്ള റിവിഷൻ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ക്വസ്റ്റൻസിൻ്റെ ഒരു ചാകര തന്നെ ഉണ്ട്. വിത്ത് മോക്ക് ടെസ്റ്റും കൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഏറ്റവും യൂണിവേഴ്സ് പാറ്റേണിലുള്ള എല്ലാ സബ്ജക്റ്റുകളും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് വിടുന്ന ഒരു ഇതാണ്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് റിവിഷൻ ടൈമാണ് ഇപ്പോൾ ഇതിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നോക്കിയാൽ ഇനി നിങ്ങൾക്ക് 29 ദിവസം കൂട്ടിയോ, 30 ദിവസത്തിനുള്ളിൽ ഇല്ല, 28 ദിവസം കൂട്ടിക്കോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ ഹോളി വീക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം കിട്ടും? ഏറിപ്പോയ 15 ദിവസം കിട്ടും. അങ്ങനെയാണ് വരാൻ പോകുന്നത്. ശ്രദ്ധിച്ചോണേ, അത് സീരിയസ് ആയ ഒരു കാര്യമല്ല. 20 ദിവസം കിട്ടും. അങ്ങനെ കൂട്ടിക്കോ. 20 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പഠിച്ചു തീർക്കണം. റിവൈസ് ചെയ്ത് തീർക്കണം. പഠിച്ചു തീർക്കണം ഞാൻ ഒരിക്കലും പറയില്ല, റിവൈസ് ചെയ്ത് തീർക്കണം. അപ്പോൾ ഡിഗ്രി പ്രിലിംസിനും പ്രിപ്പയർ ചെയ്യുന്നത് നല്ല കട്ടയ്ക്ക് നിൽക്കുക കേട്ടോ, കട്ടയ്ക്ക് നിൽക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ അതിനും ഇതിനും റിലാക്സേഷന് വേണ്ടി സമയം മാറ്റി വെക്കാൻ നിങ്ങൾക്ക് ഇല്ല. ഇത്ര നേരം നിങ്ങൾ ചെറുതായിട്ട് റിലാക്സ് ചെയ്ത് പോട്ടെ. ഇനി നമുക്ക് സമയമില്ല, അതൊന്ന് ഓർത്തോണം കേട്ടോ. അത് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മെൻറ്റർഷിപ്പ് ആണെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യണം. കാരണം ഇനി നോക്കിയിരുന്ന് പിന്നെ ആലോചിച്ചിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ച കാര്യമില്ല. അപ്പോൾ കൈവിട്ട് പോയില്ല, അത് ഓർത്തോണം. അതുപോലെ LP UPയുടെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. അടുത്ത പുതിയ നോട്ടിഫിക്കേഷൻ നമ്മൾ ഈ ഒരു വർഷം അവസാനത്തിലുള്ള പ്രതീക്ഷിക്കുന്നുണ്ട്. 2ാമത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ച് 20 തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ 1950 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് അവൈലബിൾ കേട്ടോ. ജോയിൻ ചെയ്യുമ്പോൾ കോഡ് അപ്ലൈ ചെയ്യണം, എന്നാലേ ഡിസ്കൗണ്ട് കിട്ടുള്ളൂ. Y314 Y314 എന്നാണ് എൻ്റെ കോഡ്, റെഫറൽ കോഡ്. അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഡിസ്കൗണ്ടോട് കൂടി തന്നെ ക്ലാസ് കയറാം. അപ്പോൾ സിനോണിം ആദ്യത്തെ വേർഡ് പഠിച്ചു കേട്ടോ, ഡിസ്ക്വയറ്റ്. ഡിസ്ക്വയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൗണായിട്ട് വേർബായിട്ട് ഉപയോഗിക്കുക. സമാധാനക്കേടില്ലേ, അൺഈസ്, വറി, ടെൻഷൻ, ആൻസൈറ്റി, അതൊക്കെയാണ് ഡിസ്ക്വയറ്റ് എന്ന് പറയുന്നത്. ഐ എം സഫറിങ് ഡിസ്ക്വയറ്റ് റൈറ്റ് നൗ. എന്താണെന്നിട്ടുണ്ടാവും വല്ലാത്തൊരു ബുദ്ധിമുട്ട്, ഒരു ആൻസൈറ്റി, അതിനെ ഡിസ്ക്വയറ്റ് എന്ന് പറയും. വേർബായിട്ട് എന്ന് പറയുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യുക, പെർട്ടർബ് ചെയ്യുക, അപ്സെറ്റ് ചെയ്യുക, അതാണ് ഡിസ്ക്വയറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥം. ഡിസ്ക്വയറ്റ്, ഡോണ്ട് ഡിസ്ക്വയറ്റ് മീ, എന്നെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യല്ലേ നീ എന്ന് പറയില്ലേ ആ സാധനം. എന്നെ വെറുതെ ടെൻഷൻ എടുപ്പിക്കില്ലേ, എന്നെ വെറുതെ അപ്സെറ്റ് ചെയ്യല്ലേ എന്ന് പറയില്ലേ. ചില സമയത്ത് എൻ്റെ അപ്പൻ വെറുതെ കിടന്ന് ഡിസ്റ്റർബ്ഡ് ആവും, എന്നെ വെറുതെ ഡിസ്റ്റർബ് ആക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അപ്പനോട് പറയും എൻ്റെ പൊന്നു തുടങ്ങിയെന്ന് പറയും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. Rindmis is in chopping waters to take charge of kitchen after her mom is coping with illness. ചോപ്പിംഗ് വാട്ടർ എന്ന് പറയും മിസ്? ഇല്ല ഇല്ല, ആ ചോപ്പി വാട്ടേഴ്സ് പറയില്ല, വെറുതെ ചോപ്പി വാട്ടേഴ്സ് പറഞ്ഞു. കാര്യം വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വാട്ടർ ബോഡീസ് എന്നാണ് അർത്ഥം. അപ്പോൾ ചോപ്പി വാട്ടേഴ്സ് അത് പ്ലൂറൽ അല്ലേ, അതിനോട് ഒരിക്കലും നമ്മൾ കൊടുക്കില്ലോ, വൺ വേർഡ് കൊടുക്കും, സിംഗുലർ കൊടുക്കില്ലോ. നമ്മൾ സിംഗുലർ ആണെങ്കിൽ സിംഗുലറായ കൗണ്ടബിൾ നൗണ്ട് കൂടെ മാത്രമേ എയോ ആനോ കൊടുക്കുള്ളൂ കേട്ടോ. വിനു, യെസ്. പോവർട്ടി ഇറാഡിക്കേഷൻ ഈസ് എ വർക്ക് കട്ട് ഔട്ട് ഫോർ ഇന്ത്യ. യെസ്. To live up to others are difficult. Yes. She has her work cut out when she joined in a new office. When she joined. Shahana, Rindu ma'am, storytelling makes the editorial session reinvigorating. പണ്ട് ക്ലാസ്സിൽ ടീച്ചേഴ്സ് കഥ പറഞ്ഞത് ക്ലാസ് എടുക്കുന്ന പീരീഡ് തീർക്കുന്ന ഓർമ്മ ആണല്ലേ, അടിപൊളി. എനിക്ക് കഥ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് എപ്പോഴും എന്നോട് പറയും, റിൻറ്റു യു ആർ എ ഗുഡ് സ്റ്റോറി ടെല്ലർ എന്ന്. എൻ്റെ ഒരു ഫ്രണ്ട് എപ്പോഴും പറയും, നീ ഈ സ്റ്റോറി ടെല്ലിംഗ് ഒരു കരിയറായിട്ട് നിനക്ക് ബിൽഡപ്പ് ചെയ്തുകൊണ്ട് എന്നോട് പണ്ട് ചോദിക്കുമായിരുന്നു അവൻ. അപ്പം ഞാൻ അവനോട് പറയും, എടാ എനിക്ക് പഠിപ്പിക്കുന്ന ഏറ്റവും ഇഷ്ടം, പഠിപ്പിക്കുമ്പോൾ കഥ പറഞ്ഞു പോകുന്നതാണ് എനിക്കിഷ്ടം എന്ന് ഞാൻ പറയും. എനിക്ക് ടീച്ചിങ് ആണ് എൻ്റെ പാഷൻ, അതിലൂടെ കഥ പറയുന്നതാണ് എനിക്കിഷ്ടം എന്ന് ഞാൻ പറയും. അവനെപ്പോഴും എന്നോട് പറയും സ്റ്റോറി ടെല്ലിംഗ് നിനക്ക് നല്ല കഴിവുണ്ട് എന്നൊക്കെ പറയും. ഞാൻ ഒരുപാട് മേഖലകളിലൂടെയൊക്കെ ഡ്രമാറ്റിക്സും കാര്യങ്ങളൊക്കെ മേഖലയിലൂടെയൊക്കെ നടന്നു പോയിട്ട് നാടകം, ഡയറക്ടറിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടോ. അങ്ങനെ കുറേ പരിപാടിയിലൂടെ കടന്നുപോയ ഒരാൾ വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ സമയത്ത് അവൻ എന്നോട് പറയുന്നു സ്റ്റോറി ടെല്ലിംഗ് അതിൻ്റെ ഒരു ആസ്പെക്റ്റാണ് നമ്മൾ ഈ ഡ്രമാറ്റിക്സിൻ്റെ ഒക്കെ ഒരു ഭാഗത്തിൽ. അപ്പോൾ അതിൽ അങ്ങനെ വന്നാൽ അപ്പോൾ അങ്ങനെ ഒരു കഥകളൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ലെറ്റ്സ് മൂവ്. ഇത്രയും പേര് ലൈവിലുണ്ടല്ലോ, എന്താ ഒരു ഉഷാറില്ലാത്ത സെന്റൻസ് ഫ്രെയിം ചെയ്യുന്നതോടുകൂടി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇട്ട് പിള്ളേരെ. ഇഫ് യു റിയലി ലൈക്ക് മൈ സെഷൻ, ഇഫ് യു റിയലി ഫീൽ ഇറ്റ് ഇസ് വർത്ത്, കൊള്ളാം, കുഴപ്പമില്ല, നമുക്ക് ഉപകാരപ്പെടുന്നതാണ്, പുള്ളിക്കാരി പറയുന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് ഷെയർ. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഫ് യു റിയലി കെയർ, ഡു ഷെയർ കേട്ടോ. അതുപോലെ തന്നെ ഇഫ് യു റിയലി ലൈക്ക് ദ സെഷൻ, ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് ബൈ ലൈക്കിംഗ് ദ സെഷൻ കേട്ടോ. അടുത്ത സ്റ്റേക്ക് കേട്ട് പരിചയമുണ്ടോ? സ്റ്റേക്ക് നൗണായിട്ട് വെർബായിട്ട് പറയാം. സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്, പോൾ, സപ്പോർട്ട് എന്നൊക്കെ പറയും. ഹൈ സ്റ്റേക്ക് ആണെന്നൊക്കെ പറയുന്നില്ല, ഹൈ സ്റ്റേക്സിലാണെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നല്ല സപ്പോർട്ട് ഉണ്ടെന്നൊക്കെ അർത്ഥത്തിലാണ്. അപ്പോൾ സ്റ്റേക്ക് ചെയ്യുക എന്ന് പറഞ്ഞ് വെർബായിട്ട് ഉപയോഗിക്കും. ഒരേ മീനിങ്ങാണ്. പ്രോപ്പ് അപ്പ് ചെയ്യുക, ടെതർ ചെയ്യുക, ബട്ടർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
ദാറ്റ് ഇസ് ടേക്ക് വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ. അതുപോലെ സൈറ്റ് അപ്പോൾ സൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വേർബാട്ടോ. അർത്ഥം ഇതാണ്, സൈറ്റ് നൗണില്ല കേട്ടോ. സൈറ്റേഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞ സാധനമാണ് നൗണ്. അത് സൈറ്റ് ചെയ്യുക വേർബാണ്. റെഫർ ചെയ്യുക, അഡ്യൂസ് ചെയ്യുക, മെൻഷൻ ചെയ്യുക, സജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഒരിടത്തോടുണ്ട് സൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രൈസ് ഒരാൾ പൊക്കി പറയാം. എന്നെ പറ്റി ഒന്ന് പൊക്കി പറഞ്ഞു ഇനി എന്ന് പറയില്ല, ആ സൈറ്റ് അതോട് പറയാം കേട്ടോ. അടുത്ത അപ്പത്തിയാണ്. പതി എന്ന വാക്ക് ഗ്രീക്ക് വാക്കിൽ നിന്ന് വന്നാൽ പതി ഫീലിങ്സ് എന്നാണ് അർത്ഥം. പതി എന്ന വാക്കിൻ്റെ അർത്ഥം റൂട്ട് വേർഡാണ് ഫീലിംഗ്. അപ്പോൾ ഫീലിങ്സ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് വന്നാണ് പതി. ഓർമ്മപ്പെടുത്തുവാണേ, ഫീലിങ്സ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പതി വന്നേക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ട് സിമ്പത്തി, എംപത്തി, അതുപോലെ തന്നെ ഫീലിങ്സ്, എംപതി, സിമ്പതി, അതുപോലെ തന്നെ നമ്മുടെ അപ്പത്തി ഫീലിംഗ് ഒന്നും ഇല്ലാത്ത അവസ്ഥ. ഇൻഡിഫറൻസ്, പ്രത്യേകിച്ച് ഒരു വികാരം, നിർവികാരത. അൺകൺസേൺ, പാസിവിറ്റിക്ക് അതിനാണ് അപ്പത്തി പറയാം. ഡോണ്ട് ഷോ അപ്പത്തി ടുവേർഡ്സ് ഹിം. നീ ഒരുമാതിരി ഒരു വികാരം ഇല്ലാതിരിക്കില്ല അവൻ ഇങ്ങനെ കാര്യം പറയുമ്പോൾ, അല്ലേ? ചില ആൾക്കാർ അങ്ങനെയാണ്. ചില സമയത്ത് ഒരാൾ പിണങ്ങിയിരിക്കുമ്പോൾ നമ്മൾ അപ്പത്തി കാണിക്കും. അത് ഭയങ്കര മോശമുള്ള കാര്യമാണ്. ചിലവർ ഓൾറെഡി ജനിച്ചപ്പോഴേ അങ്ങനെ വികാരമൊന്നും ഇല്ലാത്ത ആൾക്കാരുമാണ് അപ്പത്തി, അല്ലെ? അങ്ങനെ അപ്പത്തറ്റിക് ആയ ആൾക്കാരുണ്ട്. സോ അപ്പത്തി നൗണാണ്, അപ്പത്തറ്റിക് അഡ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ പറയും കേട്ടോ. അടുത്ത റീറ്റെയിൻ ചെയ്യുക. റീറ്റെയിൻ അറിയാലോ, കീപ്പ് ചെയ്യുക, ഹോൾഡ് ഓൺ ടു സംതിങ്, മെയിൻറ്റെയിൻ ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക, അല്ലേ? അതിനാണ് റീറ്റെയിൻ ചെയ്യുക. റീറ്റെയിൻ യുവർ പേസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതാണ് റീറ്റെയിൻ. ഓർക്കുക കേട്ടോ, ഓർത്ത് വെച്ചോളാം. ലെറ്റ് മീ റീഡ്. ഓക്കെ. Amala's living up to her dreams left her in choppy waters initially, but now she is overwhelmed with the appreciations. Pinnalla, I would like to live up to my father's dream. That's great, Bilahari. That's great. Okay. She is suffering disquiet from her toxic boyfriend. Amma, vittu kalayanavane alle, leave him, break up. You must live up your desire. Alla Shiny, you must live up to your desire, which leads to reinvigorate yourself, which leads to ഒരു പ്രൊപ്പോസിഷൻ ഷൈനി. അപ്പൊ നോക്കിയേ, യു മസ്റ്റ് ലിവ് അപ്പ് ടു വേണം അവിടെ. അതുണ്ട് വിച്ച് ലീഡ്സ് ടു. ലീഡ് എന്ന വേർബിന്റെ കൂടെ നിർബന്ധമായിട്ട് നമ്മൾ ടു കൊടുക്കും. ടു പ്രൊപ്പോസിഷൻ ആണ്. ടു കഴിഞ്ഞിട്ട് വരുന്നത് ജറണ്ട് ആവണം. റീഇൻവിഗറേറ്റിംഗ് യുവർ സെൽഫ് കൊടുത്തു. റീഇൻവിഗറേറ്റ് എന്ന വെർബ് കൊടുക്കില്ല, പ്രൊപ്പോസിഷൻ ശേഷം ഒബ്ജക്റ്റ് കേട്ടോ. യെസ്. ഓക്കെ. ജിഷ്ണു, ഗുഡ് മോർണിംഗ്. സുഖാണോ, ഉഷാറാണോ? യെസ്. പാർവതി, അത് തന്നെ പഠിപ്പിക്കൽ സ്റ്റോറി ടെല്ലിങ്, അത് രസമല്ലേ, അതൊരു ഹരം എനിക്ക്. ഐ എം ഡിസ്ക്വൈറ്റഡ് വിത്ത് യുവർ ബിഹേവിയർ. അടിപൊളി. ദ ട്രെയിനർ മധു ഭാസ്കരൻസ് ക്ലാസ്സസ് ആർ റീഇൻവോഗ്രേറ്റിംഗ് ടു ദ സ്റ്റുഡൻസ്. ദാറ്റ്സ് ഗ്രേറ്റ്. എന്നോട് എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് സ്റ്റോറി ആയി പറയാൻ പറയും. ഷോർട്ടായി പറയോ? ചില ഫ്രണ്ട്സ് അങ്ങനെയാണ്, കഥ പറയുന്നത് ഇഷ്ടമല്ല, ചിലർക്ക് ഇഷ്ടമല്ല. ചില ആൾക്കാർക്ക് കഥകൾ കേൾക്കുന്നത് ഇഷ്ടമല്ല. എൻ്റെ ചാച്ചൻ അങ്ങനെയാണ്. എൻ്റെ ചാച്ചൻ ആകെ കഥ കേൾക്കുന്നത് എൻ്റെ മാത്രമേ ഉള്ളൂ കേട്ടോ. പുള്ളിക്കാരന് കഥ പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് പോയിന്റ് പറയത്തേ ഉള്ളൂ. അല്ലാതെ പുള്ളിക്കാരൻ ഇങ്ങനെ കഥയും രസങ്ങൾ പറയുന്നത് ഇഷ്ടമല്ല. പക്ഷെ എന്നാൽ പുള്ളി കഥ പറയുകയും ചെയ്യും. പുള്ളി പഴയ കഥകളൊക്കെ പറഞ്ഞതൊക്കെ നല്ല രസമാണ്. പണ്ട് എനിക്ക് ട്രാവലിനോടുള്ള ഒരു ഭ്രാന്ത് തോന്നുന്നത് എൻ്റെ ചാച്ചനിൽ നിന്നാണ്. പുള്ളി ഈസ് എ ട്രാവൽ ഫ്രീക്ക്. രക്ഷയില്ല പുള്ളിക്കാരൻ. 80 വയസ്സായിട്ടോ, ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യും ബൈക്കിൽ. പുള്ളിയുടെ ബൈക്കിൽ ഞാൻ ബൈക്ക് ഓടിക്കില്ല, ബട്ട് പുള്ളി ബൈക്ക് ഓടിക്കും. ബൈക്കിൻ്റെ ബാക്കിൽ എടി നമുക്ക് ഇന്ന് എവിടെയെങ്കിലും പോയാലോ ബൈക്ക് കൊണ്ട്, പിന്നെന്താ ചാച്ച പോവാം. അതാണ് അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള കോംബോ. ലെറ്റ്സ് മൂവ് നെക്സ്റ്റ് സെഷൻ. ഡിഫെക്റ്റ് ചെയ്യുക കേട്ടില്ലേ? മറുകണ്ടം ചാടുക നിങ്ങൾ കേട്ടിട്ടില്ലേ? ഭയങ്കര കോമൺ ആയിട്ടൊരു വാക്കാണ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള വാക്കാണ്. ഡിഫെക്റ്റ് ചെയ്യുക, മറുകണ്ടം ചാടുക, അല്ലേ? ഡെസേർട്ട് ചെയ്യുക, അബ്സ്കൗണ്ട് ചെയ്യുക, അല്ലേ? ഡീക്യാമ്പ് ചെയ്യുക. അപ്പോൾ ഡിഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഡെസേർഷൻ, അബ്സ്കോണ്ടിങ്, ഡീക്യാമ്പിങ്, ട്രീസൺ, അല്ലേ? മറുകണ്ടം ചാടുന്നത് ചതിയാണ്, വഞ്ചനയാണ്, അല്ലേ? അടുത്ത പ്ലക്കേറ്റ് ചെയ്യുക വേർബാണ്. പാസിഫൈ ചെയ്യുക, സമാധാനപ്പെടുത്തുക. കാം ചെയ്യുക, അപ്പീസ് ചെയ്യുക, മോളിഫൈ ചെയ്യുക, സൂത് ചെയ്യുക. ദാറ്റ് ഈസ് പ്ലക്കേറ്റ്. ഓക്കെ. അടുത്ത ബിഡ്. നൗൺ ഉണ്ട്, വേർബ് ഉണ്ട്. ഓഫർ, പ്രപ്പോസൽ, ടെൻഡർ എന്നൊക്കെ പറയല്ലേ നമ്മൾ. ടെൻഡർ, അറ്റംപ്റ്റ്, എഫേർട്ട്, അതിനൊക്കെയാണ് ബിഡ് എന്ന് പറയുക. വേർബായിട്ട് പ്രപ്പോസ് ചെയ്യുക, പ്രൊഫർ ചെയ്യുക, മേക്ക് ആൻ അറ്റംപ്റ്റ്, അല്ലെ? ഒരു അറ്റംപ്റ്റ് എടുക്കുക എന്നൊക്കെ ഉള്ളത് ഇല്ലേ, അതൊക്കെയാണ് നമ്മളെന്ന് പറയാം ബിഡ് എന്ന വേർബിന്റെ അർത്ഥം. പിന്നെ ബിഡിന് വേറെ അർത്ഥം കൂടെ ഉണ്ട്, ഡിമാൻഡ് ചെയ്യാന്നൊരു അർത്ഥമുണ്ട്. കൊണ്ടുണ്ടേ ഡിമാൻഡ്. പിന്നെ മേക്ക് ആൻ എഫേർട്ട്, അതും നമ്മുടെ ബിഡ് എന്ന വേർബിന്റെ മീനിങ് ആണ് കേട്ടോ. മേക്ക് ആൻ എഫേർട്ട്. ഓക്കെ. അടുത്ത ഓൾട്ടർ വേർബാണ്. ഓൾട്ടർ എന്ന് പറഞ്ഞ വേർബാണ്. ഓൾട്ടറേഷൻ കേട്ടില്ല ആണോ? അപ്പോൾ ഓൾട്ടർ ചെയ്യുക, ചേഞ്ച് ചെയ്യുക, മേക്ക് ഡിഫറെൻറ്റ്, അഡ്ജസ്റ്റ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക, മോഡിഫൈ ചെയ്യുക. അതാണ് ഓൾട്ടർ. വേർബായിട്ട് ഉപയോഗിക്കുക. ചേഞ്ച്, മേക്ക് ഡിഫറെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക, മോഡിഫൈ ചെയ്യുക. മോഡിഫൈ കേട്ടോ. മോഡിഫൈ ആൻഡ് മോഡിഫൈ ഡിഫറെൻ്റ് ആണ്. മോഡിഫൈ സമാധാനപ്പെടുത്തുക, മോഡിഫൈ ഇംപ്രൂവ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അടുത്ത ഓവർവെൽം ചെയ്യിക്കുക, അല്ലെ? മുഴുക ഒരു കാര്യത്തിൽ. സ്വാംപ് ചെയ്യുക, മുഴുക, സബ്മേർജ് ചെയ്യുക, ഇനണ്ടേറ്റ് ചെയ്യുക, അതൊക്കെ മുഴുക, ഓവർവെൽം ചെയ്യുക. ഐ എം ഓവർവെൽംഡ് വിത്ത് ഗ്രീഫ് എന്നൊക്കെ പറയില്ല സാധനം.
പിന്നെ വേറൊരിടത്തൂടെ ഉണ്ട് ഓവർവെൽമിന് അല്ലെ, അഫക്റ്റ് ചെയ്യുക നമ്മൾ അല്ലെ, ഒരാളെ അഫക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മൂവ് ചെയ്യുക, സ്റ്റിർ ചെയ്യുക. ഐ എം അഫക്റ്റഡ് ബൈ, ഐ എം ഓവർവെൽംഡ് വിത്ത് എന്ന് പറഞ്ഞാൽ ഐ എം അഫക്റ്റഡ് ബൈ അല്ലെ മൂവ്ഡ്, സ്റ്റിർ എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് നമ്മൾ ഓവർവെൽം എന്ന വേർബ് പറയാം. ഓർത്തോളൂ കേട്ടോ. നോക്കട്ടെ. She retained with her opinion. All right. It is disquieting that the apathy in citation of partisans in the sober issue. All right. Mm, it is disquieting that the citation of partisans in the sober issue. Illa. It is disquieting. That അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ക്ലോസ് വേണമല്ലോ, അവിടെ ദാറ്റ് കഴിഞ്ഞ ക്ലോസ് വേണം. ക്ലോസ് അല്ല അവിടെ അല്ലേ. അപ്പം എന്ന് പറയുക ഇറ്റ് ഈസ് ഡിസ്ക്വയറ്റിംഗ് അബൌട്ട് ദ അപ്പത്തി എന്ന് കൊടുത്താവും. എന്നോട് ദാറ്റ് അവിടെ വേണ്ട കേട്ടോ, അവിടെ പ്രൊപ്പോസിഷൻ കൊടുക്കണം വിനു, അപ്പോഴാണ് കറക്റ്റ്. ഹർ പ്രസൻസ് ടേക്സ് മീ ഇൻ മൈ ടഫ് ടൈംസ്. ഓൾ റൈറ്റ്, സപ്പോർട്ട്സ് മീ അല്ലേ. എൻ്റെ അമ്മോട് പറയാറുണ്ട് കം ടു ദ പോയിന്റ്. ആണോ? ഓ ഡി അത് കൊള്ളാം അല്ലേ. I'm shocked to see your apathy towards such a serious issue. That's great. She was disquieted for his exam results. All right. I always takes my friend when she complains about her mother-in-law. That's great. It's very difficult to spend time with a apathetic person. Alla Parvati, an apathetic person. Get an apathetic person. The apathy in Shamma's behavior made her girlfriend disquiet. Adu kolla. Virat Kohli ruthlessly came into the middle to take the gauntlet to retain the momentum of the game whenever his team is reeling under abysmal stage. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടല്ലോ അവിടെ. വിരാട് കോഹ്ലി റൂത്ത്ലെസ്ലി കെയിം എന്ന് കൊടുക്കാൻ പറ്റില്ല. എപ്പോഴും പുള്ളി അങ്ങനെ വരുമെന്നല്ല നീ പറയുന്നത്. വെന്നെവർ എന്ന് പറയുമ്പോൾ എപ്പോഴൊക്കെ വന്നാലും അപ്പോഴൊക്കെ പുള്ളി വരുന്ന. അപ്പോൾ ഇവിടെ കൊടുക്കണം വിനു, വിരാട് കോഹ്ലി റൂത്ത്ലെസ്ലി കംസ് ഇൻ ടു ദ മിഡിൽ എന്ന് കൊടുക്കുക കേട്ടോ. അപ്പോഴാ സെറ്റ്. റെഗുലറായിട്ട് നടക്കുന്ന ആക്ഷനാണ്, ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന ആക്ഷനാണ്, സിമ്പിൾ പ്രസന്റ് കൊടുക്കുക. അമല വാസ് ഡിസ്ക്വൈറ്റഡ് ബൈ ഹർ മദേഴ്സ് ബീറ്റിംഗ് അറൌണ്ട് ബുഷസ്. കൊള്ളാം. അല്ല അമ്മയാണ് പറയുന്നത്, അതോ അമല അമ്മയോട് പറയുന്നതാണോ? ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. ഷീസ് ടേക്ക് മീ ഫിനാൻഷ്യലി. മേക്ക ഷീ എന്ന് പറഞ്ഞ സിംഗുലർ സബ്ജക്റ്റാ, അപ്പോൾ വെർബ് സിംഗുലർ കൊടുക്കണേ. ഷീ ടേക്സ് മീ ഫിനാൻഷ്യലി. ഷീ ടേക്സ് മീ, സബ്ജക്റ്റ് സിംഗുലർ, വെർബ് സിംഗുലർ കൊടുക്കുക. വെർബ് സിംഗുലർ ആക്കാൻ ഒരു എസ്ഒ ഇഎസ്ഒ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഉള്ള വെർബാണ് സ്റ്റേക്കിന്, അപ്പോൾ ഒരു എസ് ഇട്ട് കൊടുത്താൽ സ്റ്റേക്സ് കേട്ടോ. ഷീ സെഡ് you should take a stake on your plans and be sincere to yourself. That's great. She has no apathy. അയ്യോ, അപ്പതി എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? വികാരമില്ലായ്മയാണ്. ഷീ ഹാസ് നോ അപ്പതി എന്ന് പറയില്ല, ഷീ ഹാസ് അപ്പതി എന്ന് പറയും കേട്ടോ. നോ അപ്പതി എന്ന് പറയുമ്പോൾ നോ ഫീലിങ്സ് എന്ന് കൊടുക്കുമ്പോൾ അത് പത്തിയാണ് കേട്ടോ. ഫീലിംഗ് എന്ന അർത്ഥം പത്തിയാണ്. അപ്പതി ഫീലിംഗ് ഇല്ലായ്മ എന്നാണ് കേട്ടോ. അപ്പൊ മേഘ നോ അപ്പതി എന്ന് പറയില്ല, ഷീ ഹാസ് അപ്പതി എന്ന് കൊടുക്കുക, അത് കറക്റ്റ് കേട്ടോ. ടീച്ചർ സൈറ്റഡ് ഹെർ ടു ടേക്ക് മ്യൂസിക്കൽ ക്ലാസ്സസ് കേട്ടോ സൺലേ, ബിക്കോസ് ഷീ ഈസ് ഹാവിംഗ് ഗുഡ് വോയിസ്. ഷീസ് ഹാവിങ് ഗുഡ് വോയിസ് പറയില്ല, അത് അവളുടെ കഴിവ്, അവൾക്കുള്ള പൊസിഷൻ, അവളുടെ നല്ല വോയിസ് ഉണ്ടെന്നുള്ള ഒരു പൊസിഷൻ അല്ലേ. അപ്പോൾ ഹാവിങ് പൊസസീവ് വേർബ് ഒരിക്കലും നമ്മൾ കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കില്ല, സ്റ്റേറ്റ് വേർബ് ഒരിക്കലും കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കില്ല. ഷീ ഹാസ് എ ഗുഡ് വോയിസ് എന്ന് കൊടുക്കും കേട്ടോ. ഷീ ഹാസ് എ ഗുഡ് വോയിസ് എന്ന് കൊടുക്കണേ സൺലേ. മൈ മോം പ്ലക്കേറ്റ്സ് മീ വെൻ ഐ ഹാവ് സ്ട്രെസ്സസ് വേണ്ട, വെറും സ്ട്രെസ് കൊടുത്താൽ മതി. വെൻ ഐ ഹാവ് സ്ട്രെസ് എന്ന് കൊടുത്താൽ മതി കേട്ടോ പാർവതി. Retain the flexibility of your body to get selected for this sports event. That's great. Thoughts about my future disquiet me. That's great. Detection is a cruel thing. Yes, it is. He loses all his friends because of his defection nature. Okay. Defection nature എന്ന് വേണ്ട, defective nature എന്ന് കൊടുത്തത് കറക്റ്റ് കേട്ടോ. Okay. Some people have placating personality which attracts others. Yes. The defection of my friend in a crucial situation shocked me, but later she came to me and placated me. All right. എന്നാലും ഒരു തവണ നമ്മളെ ഒന്ന് ഒറ്റ കൊടുത്തെങ്കിൽ ഒന്ന് ഓർത്തോ, ശ്രദ്ധിച്ചോണം കേട്ടോ. ആ ഫ്രണ്ടിനെ ഒന്ന് ഓർത്തോണം. ഷീ റീറ്റെയിൻ ഓൾ ടെക്സ്റ്റ് ബുക്ക് വൈൽ സ്റ്റഡിങ്. ദാറ്റ്സ് ഗ്രേറ്റ്. അമലാസ് apathetic attitude towards a declining boyfriend was not surprising. പിന്നല്ല. There was an overwhelming performance on the stage. Great. I altered my hairstyle yesterday. നല്ല കാര്യം പാർവതി. ഇടയ്ക്ക് ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത് അല്ലേ? I bought a new top but I have to alter it. Of course. പോയി ചെയ്യണം വേഗം അല്ലേ ഷഹാന? പോയി നമുക്ക് ചെയ്തിട്ട് വരാം. My husband has voiced me disquiet about the way handled in an anonymous call. Alla, my husband disquieted me, upsetted me. Angane kodukkanam. About the way I handled an anonymous call ennu kodukkanam. Hamamole avade koreche tettu vannittundu. ഞാൻ അമ്മയോട് പറയും, അയ്യട മുത്തേ പാവം അമ്മ കഥ പറയാൻ നീ കേൾക്കില്ലേ, യു ആർ നോട്ട് എ ഗുഡ് ലിസ്ണർ. അമ്മല അല്ല, പാടില്ല. കാര്യം ഒന്നാമത് ഞാനിപ്പോൾ ചാച്ചനൊക്കെ ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ കഥ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. കഥ പറയുന്നവരെ കേട്ടിരിക്കാൻ എനിക്ക് അതിലേക്കാളും ഇഷ്ടമാണ്. അപ്പോൾ യു ഹാവ് ടു ബി എ ഗുഡ് ലിസ്ണർ ടു ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ അവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം? ഫസ്റ്റ് സ്റ്റെപ്പ് ടു ബിക്കം എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ഈസ് ടു ബി എ ഗുഡ് ലിസ്ണർ. പാസീവ് ലിസ്ണർ അല്ല, ആക്റ്റീവ് ലിസ്ണർ ആയിട്ടിരിക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് അതിനെപ്പറ്റി ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ ദേ വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ എ ഗുഡ് ലിസ്ണർ ആൻഡ് ദേ വിൽ ഫീൽ ഇൻട്രസ്റ്റഡ്
you're so much interested in your stories and your interest as well. നമ്മുടെ ഇൻട്രസ്റ്റിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഭയങ്കരമായിട്ട് തോന്നും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. Your words have a placating effect. Great. My teacher's research paper was cited by a prestigious research institute. ടീച്ചറിൻ്റെതല്ലേ, അപ്പോൾ ടീച്ചർ കഴിഞ്ഞിട്ട് അപ്പസ്ട്രോഫി എസ് കൊടുക്കണേ സ്വാതി. She bid to fulfill her dream. That's great. Past tense ആണെങ്കിൽ ബെയ്ഡ് എന്ന് കൊടുക്കും. ഷീ ബെയ്ഡ് കൊടുക്കും. ഷീ ബെയ്ഡ് കേട്ടോ. ഷീ ബെയ്ഡ്. ഓക്കെ, അപ്പോഴത് കറക്റ്റ് ആവുക ജ്യോതിക. ഓക്കെ, യു മസ്റ്റ് പ്ലക്കേറ്റ്. പ്രസന്റ് ആണെങ്കിൽ ഷീ ബിഡ്സ് കൊടുക്കുക. ഷീ ബിഡ്സ്. സിംഗുലർ ആണെങ്കിൽ സബ്ജക്ട് സിംഗുലർ അല്ലേ, ഷീ ബിഡ്സ് കൊടുക്കണം കേട്ടോ. യു മസ്റ്റ് പ്ലക്കേറ്റ് വെൻ യു ഡീൽ വിത്ത് ഡിഫിക്കൽട്ട് പ്രോബ്ലംസ്. ഓക്കെ, ഷീ വാസ് ഓവർവെൽഡ് ബൈ ദ അപ്രിസിയേഷൻ ഷീ ഗോട്ട് ആൻഡ് ഇറ്റ് altered her confidence. Okay, you need to alter the yardsticks of the bid for acceptance. Students overwhelmed in her music. That's great. My bid to get selected to the music competition went in vain. Okay, the hurricane has overwhelmed Western US badly. The bid he offered for promotion in office was impressive. Great. I failed in degree exam. My father smiled in trying to placate me. All right, that's great. A comma ഇട്ട് കൊടുക്കണേ. I failed in degree exam, comma എന്ന് കൊടുക്കണം. അപ്പോഴാണ് കറക്റ്റ് ആവുക. അടുത്തോട്ട് നോക്കാം. antagonistic adjective ആണ്. hostile, opposed, inimical, resistant. antagonistic behavior ആണെന്ന് പറഞ്ഞാൽ എതിർ ഒരു inimical ആയിട്ടുള്ള, നമ്മളോട് താല്പര്യമില്ലാത്തൊരു ബിഹേവിയർ ആണ് antagonistic. hostile ആയിട്ടുള്ള, അതാണ് അർത്ഥം കേട്ടോ. antagonistic. antagonist അറിയാലോ, ഒപ്പോണന്റ് ആണ്. അപ്പൊ antagonistic adjective ആണ് കേട്ടോ. antagonist ഒപ്പോണന്റ്. അപ്പൊ antagonistic adjective. antagonist ഓർത്തോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് നൗൺ എവിടെ, വെർബ് എവിടെ, അഡ്ജക്റ്റീവ് ഏതൊക്കെ ഓർത്ത് വെച്ചോളൂ. ഓക്കെ, the defection I of witnessed in Madhu case resulted in the implementation some rules അല്ല, implementation of some rules regarding anti-defection കേട്ടോ. പാർവതി അവിടെ ഒരു ഓഫ് കൊടുക്കണേ, implementation of something എന്ന്. Amala was overwhelmed with many proposals which anticipated in her uncertain defection. That's great. He placated the team members after the game ended up in a fiasco. That's great. She rejected his bid because of her situation. Okay. അങ്ങനെയല്ല, എൽസൺ ഒക്കെയാണ് ചിലപ്പോൾ എന്തെങ്കിലും ഇൻസിഡന്റ് ചോദിച്ചാൽ ഭയങ്കര ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പറയും. ഞാൻ ഉദ്ദേശിച്ച കാര്യം പറയൂല. ഓ അത് അങ്ങനെ. ചില സമയത്ത് കൂടുതൽ ഓവറാക്കും അല്ലേ. ഓവറാക്കുമ്പോൾ പറയാം മമ്മ നിർത്തിക്കോ പറയോ, അത് കുഴപ്പം. ഞാൻ ചില സമയത്ത് മമ്മിയോട് പറയും. ചില സമയത്ത് ഓവറാക്കുമ്പോൾ നമ്മൾ പറയാം, അത് കുഴപ്പമൊന്നുമില്ല അവള. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. I can retain my friend cycle lifelong. Friend circle. Okay, friend circle. Great. That's great. India is overwhelmed with the triumph of Natu in the Oscars. Yes. He bidded me. Bidded അല്ല കേട്ടോ. പാസ്റ്റ് ടെൻസ് എന്നറിയോ? ഷഹാന ബിഡിന്റെ പാസ്റ്റ് ടെൻസ് ബെയ്ഡാ. ഫോർബിഡ് പറയില്ല അതുപോലെ. ബിഡ്, ബെയ്ഡ്. പക്ഷേ പ്രൊപ്പോസൽ എന്നത് രണ്ടർത്ഥം ഉണ്ട് കേട്ടോ. ഞാൻ പറയാം, ഡിമാൻഡ് ചെയ്യുക എന്നൊക്കെ ആ അർത്ഥത്തിലില്ലേ, ഓഫർ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അല്ല, ഓഫർ അല്ല, ഡിമാൻഡ് ചെയ്യാം. അതുപോലെ തന്നെ അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ഈ ബിഡ് വരും. ബിഡ്, ബെയ്ഡ്, ബിഡഡ് എന്ന് വരും. എന്നാൽ നമ്മൾ പ്രപ്പോസൽ കൊടുത്തു, ഒരു പ്രപ്പോസൽ വരുത്തി പ്രപ്പോസൽ കൊടുത്തു എന്നൊക്കെ പറയില്ലേ, ലേലം വെച്ചു എന്നൊക്കെ അറിയത്തില്ലേ, അത് വരുമ്പോൾ നമ്മൾ ബിഡ് തന്നെയാണ്. അതാണ് ആ യൂസേജ് അനുസരിച്ച് അത് മാറും. അങ്ങനെ ഒരു കാര്യമുണ്ട്, ശ്രദ്ധിച്ചോണേ. ഓക്കെ, യെസ്. അൺവാണ്ടഡ് ഡിസ്ക്വയറ്റ് ഇസ് ഡേഞ്ചറസ്. യെസ്. സത്യമാട്ടോ, പക്ഷേ സത്യം. മൈ ബിഡ് ടു സക്സസ് ദ കോമ്പറ്റീഷനോ അല്ല, മൈ ബിഡ് ടു സക്സീഡ് ദ കോമ്പറ്റീഷൻ. സക്സീഡ് ഇൻ ദ കോമ്പറ്റീഷൻ എന്ന് കൊടുക്കണം. മൈ ബിഡ് ടു സക്സീഡ് ഇൻ ദ കോമ്പറ്റീഷൻ എന്ന് കൊടുക്കണം കേട്ടോ. ഡിഡ്ന്റ് ഗെറ്റ് എനി റിസൾട്ട് കേട്ടോ. എന്നാലും നമ്മളെ പാടില്ലായിരുന്നു. ഷമ്മാസ് നീ നൈസായിട്ട് ഒരെണ്ണം നോക്കിയിരിക്കും അല്ലേ, ഓഫ് വിട്ടുപോയതാ. കുഴപ്പമില്ല, അന്ന് കുഴപ്പമില്ല. ഓക്കെ, അന്ന് ഓക്കെ, സെറ്റ് പറഞ്ഞു. ഐ ഹേറ്റ് ഹിസ് ആന്റഗോണിസ്റ്റിക് നേച്ചർ. പിന്നല്ല, ശത്രുതാ മനോഭാവം അല്ലേ. എക്സ്റ്റെൻഡ് ഞാൻ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു, നമ്മൾ ഡിസ്കസ് ചെയ്താണ് എക്സ്റ്റെൻഡ്. ടി വന്നാൽ ഡൗൺ ആണ്. മറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുക, എൻലാർജ് ചെയ്യുക, പോസ്റ്റ്പോൺ ചെയ്യുന്ന അർത്ഥത്തിലൊക്കെ പറയില്ല, ആ അർത്ഥം. എന്നാൽ എലോങ് ചെയ്യുന്നൊക്കെയുള്ള അർത്ഥത്തില്ല. എന്നാൽ എക്സ്റ്റെൻഡ് എന്ന ടി വരുമ്പോൾ നൗൺ ആണ്. ഏരിയ, സൈസ്, എക്സ്പാൻസ്, ഡിഗ്രി, സ്കെയിൽ, ലെവൽ എന്നൊക്കെയാണ് നമ്മൾ എക്സ്റ്റെൻഡ് എന്ന നൗണിന് പറയാം കേട്ടോ. ടി വരുന്ന നൗണാണ്. അടുത്ത അമ്യൂണിഷൻ. അറിയാലോ നമുക്ക്. അമ്യൂണിഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ പറയുന്ന വെപ്പൺ ഇല്ലേ, ബുള്ളറ്റ്സ്, ഷെൽസ്, പ്രൊജക്ടൈൽസ്, അതിനൊക്കെ അമ്യൂണിഷൻ എന്ന് പറയും. എന്നാൽ വേറെ അർത്ഥം കൂടെ ഉണ്ട് അമ്യൂണിഷൻസ്. എന്താ? ആർഗ്യുമെന്റ്, നമ്മുടെ പോയിന്റ്സ്, നമ്മുടെ ഡേറ്റ, അതിനൊക്കെ നമ്മൾ എന്ത് വിളിക്കും? അമ്യൂണിഷൻ എന്ന് പറയും. അപ്പോൾ ആർഗ്യുമെന്റ്സോ പോയിന്റോ ഡേറ്റയോ അങ്ങനെയൊക്കെ നിങ്ങളുടെ നമ്മുടെ ക്ലെയിം ഉണ്ടല്ലോ, അതിന് നമുക്ക് എന്ത് വിളിക്കാം? അമ്യൂണിഷൻ എന്ന് വിളിക്കാം. അപ്പോൾ രണ്ടർത്ഥം ഉണ്ട്, രണ്ട് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഓർക്കുക. ഒരു അമ്യൂണിഷൻ എന്ന് പറയുന്നത് ബുള്ളറ്റ്സ്, ഷെൽസ്, പ്രൊജക്ടൈൽസ്, അങ്ങനെ വെപ്പൺസ് ഒക്കെയാണ്, വെപ്പൺട്രിയിൽ അത്. എന്നാൽ മറ്റ് അമ്യൂണിഷൻ എന്ന് പറയുന്നത് ആർഗ്യുമെന്റ്സോ പോയിന്റോ അല്ലെങ്കിൽ ഡേറ്റയോ അങ്ങനെ നമ്മുടെ ക്ലെയിം ഒക്കെ പറയില്ല, അതിനെയാണ് അമ്യൂണിഷൻ എന്ന് പറയാം. രണ്ടർത്ഥം ഉണ്ട്, ഓർത്ത് വെച്ചോളാം. അടുത്ത റോബസ്റ്റ്.
അല്ലേ? ജാവ റോബസ്റ്റ് ആണല്ലേ? റോബസ്റ്റ് എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് ആണ്. സ്ട്രോങ്, വിഗറസ്, സ്റ്റേഡി, ടഫ്, പവർഫുൾ. അതാണ് റോബസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. അറിയാലോ. അടുത്ത അഡ്ഹറൻസ്. അഡ്ഹറൻസിന് വേർബ് ഉണ്ട്, അഡ്ഹറൻ്റ് ഉണ്ട്. സോറി, അഡ്ഹിയർ എന്നാണ് വെർബ്. അഡ്ഹിയർ എന്ന വേർബ് കേട്ടോ, അഡ്ഹിയർ എന്ന വേർബ്. ഇനി നൗൺ ഉണ്ട് അല്ലെ? നൗൺ ഉണ്ട്, അഡ്ഹറൻസ്. അഡ്ഹറൻ്റ് എന്ന അഡ്ജക്റ്റീവ് ഉണ്ട്, അഡ്ഹറൻ്റ്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയട്ടെ, അഡ്ഹറൻ്റ് അഡ്ജക്റ്റീവാണ്. അപ്പോൾ ഇവയ്ക്കെല്ലാത്തിനും കൂടെ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും, ഇനിയിപ്പോൾ ഞാൻ വേർബായിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും, ഇനി നൗണായിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും, ഇതിൻ്റെയൊക്കെ കൂടെ ഫിക്സഡ് ആയിട്ടൊരു പ്രൊപ്പോസിഷൻ ഉണ്ട്. അഡ്ഹിയറിൻ ടു സംതിങ്, അഡ്ഹിയർ ടു സംതിങ്, അഡ്ഹിയറൻസ് ടു സംതിങ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ആ മീനിങ് ഇതാണ്: അറ്റാച്ച്, കമ്മിറ്റ്മെൻറ്റ്, ഒബീഡിയൻസ്, അതുപോലെ കൺഫോമിറ്റി. കേട്ടിട്ടില്ലേ? ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കൺഫോമിറ്റി. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യം ഓർത്തിരി. അഡ്ഹറൻസ് എന്ന നൗണ്, വെർബ് അഡ്ഹിയർ, അഡ്ഹറൻറ്റ് അഡ്ജക്റ്റീവ് കേട്ടോ. അതൊന്ന് ഓർത്തോളൂ കേട്ടോ, ശ്രദ്ധിച്ചോളൂ. The British fired at the crowd. Crowd W ആണ്, U അല്ല. നന്ദിഷ, W. Crowd of Jallianwala Bagh until the ammunition is exhausted. Yes. The performance of the antagonist in film was amazing. That's great. My sister is always antagonistic to my opinion. എന്താല്ലേ അവള് ഇങ്ങനെ? ഞങ്ങൾ എപ്പോഴും തമ്മിൽ എതിർ കക്ഷികളാണ്. കൊള്ളാം. He forgot to load the ammunition in gun. That's great. അപ്പോൾ ഓക്കെ, ശ്രദ്ധിച്ചോളൂ. നമുക്ക് ഉള്ള അടുത്ത സെറ്റ് ഓഫ് വേർഡ്സ് ആന്റഗോണിസ്റ്റിക്, എക്സ്റ്റെൻഡ്, അമ്യൂണിഷൻ, റോബസ്റ്റ്, അഡ്ഹിയർ എന്നുള്ള വാക്കുകളാണ്. ഇനി നമുക്ക് നേരെ കുറച്ച് വാക്കുകളോട് പറഞ്ഞ് നമുക്ക് നിർത്താം. നമുക്ക് നമ്മുടെ ആർട്ടിക്കിളോട് പോകാം. RBST നോട്ടിഫിക്കേഷൻ വരാറായി കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഏപ്രിൽ മാസം എന്തായാലും വരും ഫസ്റ്റിൽ. നമ്മൾ മാർച്ച് ഫെബ്രുവരി അവസാനം വരേണ്ട സാധനം ഇതിങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. എന്താണോ ആവുമെന്ന് നമുക്കറിയില്ല. ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്രിപ്പറേഷൻ മുറുകിക്കണം കേട്ടോ. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളാം. 1660 രൂപയ്ക്ക് നമ്മൾ ക്ലാസ്സിൽ ലൈവും റെക്കോർഡും അവൈലബിൾ ആണ്. കൂടാതെ നിങ്ങളുടെ കൂടെ ബുക്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ വീഡിയോ കോഴ്സാണ്. അതിനുവേണ്ടി ജോയിൻ ചെയ്ത് താല്പര്യമുള്ളവർ 1660 രൂപ മുടക്കി നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. Y314 ആണ് കോഡ്. അപ്ലൈ ചെയ്യുമ്പോൾ കോഡ് എടുക്കാൻ മറക്കണ്ട കേട്ടോ. കോഡ് കൊടുത്താലേ ഡിസ്കൗണ്ട് കിട്ടുള്ളേ. അതുപോലെ UPSCയുടെ EPFO 3480 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് കിട്ടും. ജോയിൻ ചെയ്യുമ്പോൾ കോഡ് അപ്ലൈ ചെയ്യണ്ട, മറക്കണ്ടേ. 4200 രൂപയാണ്. 720 രൂപയോളം ഡിസ്കൗണ്ട് കിട്ടിയിട്ട് നിങ്ങൾക്ക് 3480 രൂപയ്ക്ക് കോഴ്സ് കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എൻ്റെ കോഡ് അപ്ലൈ ചെയ്ത് ജോയിൻ ചെയ്യാം. EPFO SA പോസ്റ്റൊക്കെ വിളിച്ചിട്ടുണ്ട്. EPFOൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞു കേട്ടോ. ക്ലാസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓറിയൻറ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുള്ളൂ. നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഉഷാറായിട്ട് പോകും. Y314 എന്ന കോഡ് അപ്ലൈ ചെയ്തിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാം കേട്ടോ. Y314. ഇംഗ്ലീഷിൽ 20 മാർക്കുണ്ട് EPFOയിൽ. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി SSC CHSL ലോങ് ടേം ബാച്ച്, രണ്ടാമത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. SCയുടെ ഡേറ്റ് വന്നായിട്ട് നിങ്ങൾക്ക് അറിയാലോ. ഇവിടെ ജൂലൈ 14 ആ സമയമാണ്. 7-14 ആ ഒരു ടൈമിലാണ് നമ്മുടെ SCയുടെ CHSL എക്സാം വരുന്നത് 2023. അതുപോലെ ഫേസ് 11 എക്സാം ജൂൺ 27-നാണ്. അപ്പം രണ്ടിനും ഒരേ ടൈം മതി പഠിക്കാൻ. അതിനുവേണ്ടി നിങ്ങൾ ജോയിൻ ചെയ്യാൻ 2 കോഴ്സും ഉണ്ട്. ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. രണ്ടും ഒരേ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്താൽ മതി. നിങ്ങൾക്ക് വേണ്ട കോഴ്സ് നിങ്ങൾക്ക് എടുക്കാം. 2400 രൂപയാണ് കോഴ്സ് ഫീ ആഫ്റ്റർ ഡിസ്കൗണ്ട്. ജോയിൻ ചെയ്യുമ്പോൾ കോഡ് അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. അടുത്ത സെറ്റ് പിടിച്ചോ, ഡിസെൻഡ് ചെയ്യുക. വേർബുണ്ട്. ഡ്രോപ്പ് ചെയ്യുക എന്ന നൗണ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഡിസെൻഡ് ആണ്. എന്നാൽ ഡിസെൻഡ് ചെയ്യുക, ഡിസെൻഡിങ് ഓർഡർ ഇല്ലേ, ആ ഡിസെൻഡ് ചെയ്യുക എന്ന വേർബുണ്ട് അല്ലേ. താഴോട്ട് ഇറങ്ങി വരിക, ക്ലൈം ഡൗൺ, ഡ്രോപ്പ് അല്ലേ, ഫോൾ അല്ലെ, സ്ലം അല്ലേ, അതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, ഡിസെൻഡ് ചെയ്യുക എന്ന് പറയുക. ഡിസെൻഡ് പറയുമ്പോൾ അത് നൗണാണ്. ടി വരുമ്പോൾ നൗണ്. ഞാൻ പറയേ എക്സ്റ്റെൻഡ് നൗണാന്ന് പറയില്ലേ. ടി ആണേ ഓർത്തോണം. ടി ആകുമ്പോൾ അത് നൗണാണേ, അത് മനസ്സിലുണ്ടായിരിക്കണം. ടി നൗണാണ്. എന്നാൽ ഡിസെൻഡിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പുള്ളിയുടെ ഹംസ യൂസഫിൻ്റെ അച്ഛൻ അമ്മ ഒരു പാകിസ്ഥാനി ഡിസെൻഡ് ആണെന്ന് പറഞ്ഞാൽ ആൻസിസ്ട്രി പാകിസ്ഥാൻകാരൻ, അതാണ് ലീനേജ് അല്ല കേട്ടോ. മുസ്ലിം ഡിസെൻഡിൽ പെടുന്നവരാണ്, പാകിസ്ഥാൻ മുസ്ലിംസ് ആണ് എന്ന് പറയുമ്പോൾ ആൻസിസ്ട്രി, ലീനേജ്, അതായത് തായ് വേര്, അതാണ് ഡിസെൻഡിൻ്റെ അർത്ഥം. ആൻസിസ്ട്രി പറയില്ല ആ സാധനം. ഇനി അടുത്ത ടെനറാണ്. ടെനർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ക്യാരക്ടർ, യൂഷ്വൽ പാറ്റേൺ, ട്രെൻഡ്, ടെൻഡൻസി അല്ലേ. ഇന്നൊരു ടെനർ കാണുന്നുണ്ട് കേട്ടോ. ഇതിന് എന്താ പറഞ്ഞാൽ ഒരു ആൻറ്റഗോണിസ്റ്റിക് ടെനർ കാണുന്നുണ്ട്, ഒരു ആൻറ്റഗോണിസ്റ്റിക് ട്രെൻഡ് കാണുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരു റിലീജിയസ്ലി ആൻറ്റഗോണിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ടെനർ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു രീതികൾ കാണുന്നുണ്ട് എന്നർത്ഥമാണ് കേട്ടോ. രീതി, അതാണ് ടെനറിൻ്റെ അർത്ഥം. അടുത്ത സ്റ്റിയർ ചെയ്യുക, ഗൈഡ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, മനൂവർ ചെയ്യുക, ഡ്രൈവ് ചെയ്യുക, ഹെൽം ചെയ്യുക, ലീഡ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്റ്റിയർ ചെയ്യുക. ഹെൽം ചെയ്യുക, ലീഡ് ചെയ്യുക കേട്ടോ, അത് ഓർത്തോണം. അടുത്താണ് സ്റ്റിയർ അറിയാം. സ്റ്റിയറിംഗ് വീൽ നമ്മൾ സ്റ്റിയർ ചെയ്യാൻ വേണ്ടിയല്ല ഉപയോഗിക്കുന്ന ആ സാധനം. അടുത്ത ബ്രേക്ക് അപ്പ്. കുറച്ചുകൂടെ പറഞ്ഞു ബ്രേക്ക് അപ്പ്. ബ്രേക്ക് കഴിഞ്ഞിട്ട് ഹൈഫനേറ്റഡ് ആയിട്ട് അപ്പ് വന്നപ്പോൾ നൗണായി, അല്ലെങ്കിൽ ഹൈഫൻ ഇല്ലാതെ ഒറ്റയ്ക്ക് ഒരു വാക്കായിട്ട് എഴുതിയാലും അത് നൗണായി.
ഗ്യാപ്പ് ഇട്ടേത് ഫ്രേസൽ വേർബാ. നിങ്ങൾക്കറിയാം ബ്രേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാലും സെപ്പറേറ്റ് ചെയ്യാന്നാണ് അർത്ഥം. അപ്പോൾ ബ്രേക്കപ്പ് നൗൺ ആയിട്ട് വരുമ്പോൾ നോ 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 ഇറ്റ്സ് എ ബ്രേക്കപ്പ്, ഇറ്റ്സ് എ കംപ്ലീറ്റ് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആർ വി ടേക്കിംഗ് എ ബ്രേക്ക്? നോ 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 ഇറ്റ്സ് എ കംപ്ലീറ്റ് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ, സ്പ്ലിറ്റ്, പാർട്ടിങ്, ഡിവിഷൻ, റപ്ചർ, അതാണ് ബ്രേക്കപ്പ് കേട്ടോ. ബ്രേക്കപ്പ് നൗൺ ആണ്. ഹൈഫനേറ്റഡ് ആയിട്ട് ഉപയോഗിക്കുമ്പോഴും ഒരുമിച്ച് എഴുതുമ്പോഴും. അല്ലാതെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ബ്രേക്കപ്പ് ഗ്യാപ്പ് ഇട്ട് ഉപയോഗിച്ചാൽ അത് ഫ്രേസൽ വേർബാ. സെപ്പറേറ്റ് ചെയ്യുക, പാർട്ട് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. At the tremendous എന്ന് പറഞ്ഞാൽ tremendous support of the people. Look at the tremendous support of the people. Huge support. Look at the tremendous support of the fans എന്നൊക്കെ പറഞ്ഞാൽ huge, enormous, massive, അതുപോലെ തന്നെ immense എന്നൊക്കെയാണ് അർത്ഥം. Tremendous ഓർത്തോണം. Okay. അടുത്ത് നോക്കാം. Most of the time me and my sister is antagonistic to each other. തെറ്റി അവിടെ. Most of the time my sister and I, അല്ല സോറി, മീ ആൻഡ് മൈ സിസ്റ്റർ അല്ല, ഐ ആൻഡ് മൈ സിസ്റ്റർ. നെഗറ്റീവ് സെൻറ്റൻസ് ആകുമ്പോൾ എപ്പോഴും എനിക്കാണ് പ്രയോറിറ്റി, എന്നിട്ട് അടുത്തയാളെ കൊടുക്കുള്ളൂ. എന്നാൽ പോലും ശ്രദ്ധിക്കേണ്ട കാര്യം, മീ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റീവ് കേസ് അല്ലല്ലോ ഷഹാന, ഒബ്ജക്റ്റീവ് കേസ് അല്ല. ഇവിടെ സബ്ജക്റ്റ് അല്ല വേണ്ടേ, ഞാനും എൻ്റെ സിസ്റ്ററും എന്നാ. എന്നെ എൻ്റെ സിസ്റ്ററിനെ എന്നല്ലല്ലോ, ഞാനും എൻ്റെ സിസ്റ്റർ എന്നാ. അപ്പം ഇങ്ങനെ കൊടുക്കാം, മോസ്റ്റ് ഓഫ് ദ ടൈം കോമ ഐ ആൻഡ് മൈ സിസ്റ്റർ ഈസ് ആൻറ്റഗോണിസ്റ്റിക് ടു ഈച്ച് അതർ എന്ന് കൊടുക്കും കേട്ടോ. മൈ മദർ മേക്സ് മീ റോബസ്റ്റ്. അടിപൊളി, നല്ല കാര്യം, അടിപൊളി അമ്മ നല്ല കാര്യം കേട്ടോ. ചോദിക്കുക തന്നെ കാര്യം. ആൻറ്റഗോണിസ്റ്റിക് അമ്മ വാസ് adhered by yo എടാ adhered to the attributes of the character which led director to rule her out എന്ന് കൊടുക്കാം. Mandate of the democratic country. ഓക്കെ, അയ്യോ അവിടെ എന്ത് സെന്റൻസ് വാക്യമെന്നാണോടാ തോന്നുന്നല്ലേ. നോക്കി വേറൊരു കാര്യം പറയട്ടെ. അഡിയറിന്റെ കാര്യം, അഡിയറിന്റെ കൂടെ ടു ഉപയോഗിക്കുള്ളൂ, ഫിക്സഡ് പ്രൊപ്പോസിഷൻ ആണ്, മറക്കല്ലേ. അഡിയറിംഗ് ടുവേർഡ്സ് റൂൾസ് ഓഫ് ദ ലാൻഡ് ഇസ് ആർ ഫണ്ടമെന്റൽ ഡ്യൂട്ടി. ടുവേർഡ്സ് ടു ഒരുപോലെയാണ് സാധനം. There are some ammunition when fighting with each other. All right. Her opinions are robust and antagonistic, which pave the way for some issues. Okay. If you have exam date and വന്നിട്ടില്ല ജിഷ്ണു, വന്നിട്ടില്ല കേട്ടോ, ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. Adherence to family makes me emotional. All right. The supply dissented due to the scarcity of raw materials. Great. People will undoubtedly adhere to the rules when it renders robust equity to both lawmakers and indigenous people. Great. The production has a descending tenor. Great. His descent from a great height forced him to rethink about his life. That's right. Did you broke up with him? തെറ്റിയില്ലേ? ഡിഡിന്റെ കൂടെ ഒരിക്കലും ബ്രോക്ക് കൊടുക്കുന്നത്, ഡിഡ് ഓൾറെഡി പാസ്റ്റ് അല്ലേ പാർവതി. അപ്പോൾ ഡിഡ് യു ബ്രേക്ക് അപ്പ് വിത്ത് ഹിം? ഡിഡ് യു ബ്രേക്ക് അപ്പ്? ഡിഡും ഡൂവും ഡസിന്റെ കൂടെ V1 കൊടുക്കാവുള്ളൂ. അതൊരു വലിയ മിസ്റ്റേക്ക് ആട്ടോ പാർവതി. ഡിഡ് യു ബ്രേക്ക് അപ്പ് വിത്ത് ഹിം എന്ന് കൊടുക്കാം. Nilu is an adherent child, but she is a great antagonist of her brother. That's great, Bhilahari. That's great. ആ സെന്റൻസ് വിട്ടല്ലേ? എനിക്ക് തോന്നി എന്തോ ഒരു സെൻറ്റൻസ് ഞാൻ വിട്ട് കാണും, ഇല്ലെങ്കിൽ നിന്റെ ആ ബാക്കി ഇത് വരില്ലല്ലോ ഞാൻ. ഹി പ്ലക്കേറ്റഡ്, അതാണോടാ? ഹി പ്ലക്കേറ്റഡ് ദ ടീം മെമ്പേഴ്സ് ആഫ്റ്റർ ദ ഗെയിം എൻഡഡ് അപ്പ് ഇൻ എ ഫിസ്ക്. അല്ലല്ലോ, വേറെ ഏതാടാ? വിനുവിൻ്റെ സെൻറ്റൻസ് ഞാൻ വിട്ടുപോയല്ലോ, അത് ഏതാടാ? എനിക്കിവിടെ കാണാൻ പറ്റുന്നില്ല കേട്ടോ, സത്യമായിട്ടും കാണാൻ പറ്റുന്നില്ല. പീപ്പിൾ വിൽ അൺഡിറക്ട്ലി, അതാണോ? undoubtedly adhere to the rules when it enters opposite equity both lawmakers and indigenous people. That's great. അതാണല്ലേ, അതായിരിക്കും. ഓക്കെ okay. Don't break up too fast. Maybe you can patch up your problems. That's great. The dance steps in Natu Natu song have tremendous fans even outside India. Yes. The rumor of fans associations is an earmark of tremendous support of him. That's great. We watched anxiously during him descent from the tree. During him descent അല്ല, during his descent കേട്ടോ. ഡ്യൂറിങ് ഹിസ് ഡിസെൻറ്റ്. ഓക്കെ ഓക്കെ, അത് കൊള്ളാം. കുരങ്ങൻ വീഴുന്നതാണോ? എന്താ കുഴപ്പമില്ല. ഡ്യൂറിങ് ഹിസ് ഡിസെൻറ്റ്. കുരങ്ങൻ സാധാരണ വീഴാറില്ലല്ലോ. അതിങ്ങനെ എന്താ പറയുക, 4 കാലം വീഴുന്നൊരു ജീവിയാണല്ലോ, പൂച്ചയെ പോലെ. അപ്പം അങ്ങനെയൊക്കെയാണ്. മോൾ പറഞ്ഞുണ്ടോ? വിട്ടുപോയതാണ് കേട്ടോ, സോറി. അടുത്ത് പിടിച്ചോ. ഇൻസർമൗണ്ടബിൾ അഡ്ജക്റ്റീവ് ആണ്. ഇൻസർമൗണ്ടബിൾ. ഇൻസർമൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തോപ്പിക്കാനാവാത്തത്. ഇൻകോൺക്വറബിൾ കേട്ടോ. ഇൻസർമൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ ഇൻകോൺക്വറബിൾ എന്നാണ് അർത്ഥം. ഇൻസപ്പറബിൾ, ഇൻവിൻസിബിൾ, ഇൻകോൺക്വറബിൾ, അൺഅസൈലബിൾ, അതിനെയാണ് നമ്മൾ ഇൻസർമൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ. ഇൻസർമൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ തോപ്പിക്കാനാവത്തില്ല മക്കളെ, അതാണ്. ഇൻകോൺക്വറബിൾ, ഇൻസപ്പറബിൾ, ഇൻവിൻസിബിൾ, ഇൻഅസൈലബിൾ ആട്ടോ, അല്ല അൺഅസൈലബിൾ ആണ് കേട്ടോ. അതാണ് ഇൻസർമൗണ്ടബിളിൻ്റെ അർത്ഥം. അടുത്ത് ടാൻറ്റലൈസ് ചെയ്യുക. ടാൻറ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ടോർമെൻറ്റ് ചെയ്യുക, ടീസ് ചെയ്യുക, ടോർച്ചർ ചെയ്യുക, ബിഗിൽ ചെയ്യുക, എൻറ്റൈസ് ചെയ്യുക. നമ്മൾ ഒരാളെ എന്താ പറയുക, എന്താ പറയുക, ഭയങ്കര ടോർച്ചർ ചെയ്യുക, ബുദ്ധിമുട്ടിക്കുകയാണ്, അതാണ് ടാൻറ്റലൈസ് ചെയ്യുക. ഡോണ്ട് ടാൻറ്റലൈസ് ഹിം, വേണ്ട അവനെ ടാൻറ്റലൈസ് ചെയ്യല്ലേടാ എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ടാൻറ്റലൈസ്. ഓർത്തന്നെ പുതിയ വാക്കാണ് ടാൻറ്റലൈസ്. ഹി ഹാസ് നോ അഡിയറൻസ് ടു അതേഴ്സ്. ദാറ്റ്സ് ഗ്രേറ്റ്. ടെനർ ഓഫ് മൈ ഫാദർ ഈസ് സോ റൂഡ്. അത് അടിപൊളി. പുള്ളിയുടെ രീതി അങ്ങനെയാണല്ലേ. പ്ലക്കേറ്റ് ഒന്നുകൂടെ പറയാമോ? പറയാലോ ജിഷ്ണു. പ്ലക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സമാധാനപ്പെടുത്തുക, സൂതിയ,
ഈസി ചെയ്യിപ്പിക്കുക എന്നൊക്കെ അർത്ഥം, പാസിഫൈ ചെയ്യിപ്പിക്കുക, സമാധാനപ്പെടുത്തുക കേട്ടോ, അപ്പീസ് ചെയ്യുക, സമാധാനത്തോട് വരിക, റീകൺസൈൽ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. ഹർ കോൺഫിഡൻസ് ഈസ് ഇൻസർമൗണ്ടബിൾ. ദാറ്റ് ഈസ് ഗ്രേറ്റ്, ദാറ്റ്സ് ഗ്രേറ്റ്. എന്നാലും വിനുവിൻ്റെ ഏത് സെൻറ്റൻസ് ആണ് ഞാൻ വിട്ടുപോയത്? ഓക്കെ ഇപ്പം കിട്ടി. ഇതാണോ? ഏടാ ഇപ്പോഴാണ് കത്തി. തൊട്ടടുത്ത് വന്നിട്ട് എനിക്ക് കണ്ണ് പിടിച്ചില്ല. ഐ എം സോ സോറി. വായിക്കാവേ. നൗ ഡേയ്സ് our government is deliberately ruling out the cropping up antagonistic issue issues in the country with a view to election in central. It seems like a totalitarian perception of partisans and mandate of the democratic country. Great, that's great. Okay, set. ഹെർ കോൺഫിഡൻസ് അത് പറഞ്ഞു. അപ്പോൾ കുറുങ്ങനാവില്ല, ഹസ്ബൻഡ് തന്നെ ആവും വീണത്. അടിപൊളി. എടാ ഹവമോളെ കൊള്ളാട്ടോ. Naysayers cited that a DNA test should be taken for finding the dissent in the case. ഓക്കെ, ഡിസെന്റ് സ്പെല്ലിംഗ് ഉണ്ടോ? ഈ DSSENT ഡിസെന്റ് വേറെയാടാ, അത് വേറെയാ. Why did you tantalize him? അടിപൊളി. My ambition is insurmountable to anyone. നോക്കട്ടെ, DECSCENT അല്ല, DISCENT എന്നൊരു വാക്കുണ്ട് കേട്ടോ വിനു. ഡിസെന്റ്, ആ ഡിസെന്റ് ഉണ്ട്. ഡിസഗ്രിമെന്റ് എന്ന് പറയുന്നത് പക്ഷെ DE അല്ല, അത് ഡിസഗ്രിമെന്റ്. ഡിസെന്റ് ചെയ്യുക ഒരു കൺഫ്യൂസിങ് വേർബാണ് കേട്ടോ. ഡിസെന്റ് നമ്മൾ പഠിച്ചിട്ടുള്ള ഡിസെന്റ് അതാ, ഇത് ഡിസെന്റ് ഉണ്ട്. അത് നമ്മുടെ ഡിസഗ്രിമെന്റ്, ഡിസ്പ്യൂട്ട് എന്നൊക്കെ പറയുന്നത് നൗണും വേർബും ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. ഡിസഗ്രി ചെയ്യുക, ഡിസഗ്രിമെന്റ്. ഓക്കെ, അതാണ് കേട്ടോ ഒന്ന് ഡിസെന്റ്. അല്ല, DISCENT കേട്ടോ വിനു. അതൊന്ന് ഓർത്തോണേ, നോട്ട് ചെയ്തോണേ. ഓക്കെ അല്ലേ പിള്ളേരെ? അപ്പം നമുക്ക് നേരെ ആർട്ടിക്കിളോട്ട് പോകാമല്ലോ. പെട്ടെന്ന് വായിച്ചൊരു ആർട്ടിക്കിൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു പൊളിറ്റിക്കൽ ആർട്ടിക്കിളാണ്. പ്രത്യേകിച്ച് അതിനെ കൊണ്ട് വലിയൊരു ഇതില്ല. കീ ടു ഫിക്സ് ആണോ? കീ ടു. നമ്മൾ ഇന്നാളെ പറഞ്ഞേ ഓൾട്ടർനേറ്റീവ് ടു, സബ്ജക്റ്റ് ടു, ഒബ്ജക്റ്റ് ടു, അതുപോലെ കീ ടു സംതിങ് ആണ്. ടു ഫിക്സ്ഡ് ആണ് കേട്ടോ. ചേഞ്ച് യുവർ ടെനർ, അതർവൈസ് നോ വൺ ബോദർ യു. നോ വൺ വിൽ ബോദർ യു. ആര് ബോധ? നോ വൺ ബോദർ യു കറക്റ്റ് ആണ് കേട്ടോ. നോ വൺ ബോദേഴ്സ് യു കൊടുക്കണം. നോ വൺ ബോദേഴ്സ് യു. വൺ സിംഗുലർ അല്ലേ ഷൈനി, അപ്പോൾ ബോദേഴ്സ് യു. അല്ലെങ്കിൽ നോ വൺ വിൽ ബോദർ യു കൊടുക്കാം, അല്ലെങ്കിൽ നോ വൺ ബോദേഴ്സ് യു കൊടുക്കാം. ഓക്കെ, നോ പ്രോബ്ലം. തെറ്റില്ല, കുഴപ്പമില്ലടാ. വിൽ ചേഞ്ച് അല്ലേ. ഡോണ്ട് ആനലൈസ് എനിവൺ. സത്യം. അപ്പോൾ മനസ്സിലാക്കി എല്ലാവരും ഒരു തംസപ്പ് ഇട്ടോളൂ. ആർട്ടിക്കിളിലോട്ട് പോവാണ്. അപ്പോൾ വൊക്കാബുലറി മനസ്സിലാക്കി എല്ലാവരും തംസപ്പ് ഇട്ടോളൂ. അതുപോലെ തന്നെ ഇഫ് യു റിയലി ലൈക്ക് മൈ സെഷൻ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ട് പിള്ളേരെ. ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. ആൻഡ് ഇഫ് യു റിയലി കെയർ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. ദർ ഇസ് നോ ഇൻസർമൗണ്ടബിൾ ഡിഫിക്കൽറ്റി ബിഫോർ എ ബ്രീവ് മാൻ. പിന്നല്ല. മൂവിങ് ഓൺ മോളെ, നമുക്ക് ആർട്ടിക്കിളോട്ട് പോവാം. ഡിസ്ക്വൈറ്റ് ഡൗൺ സൗത്ത്. കർണാടകയിലെ അസംബ്ലി ഇലക്ഷനെ പറ്റിയാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. പെട്ടെന്ന് വായിച്ചോളൂ, ബിക്കോസ് നമുക്കത് വലിയ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ദ സ്റ്റേക്സ് ആർ ഹൈ ഫോർ ഓൾ പാർട്ടീസ് ഇൻ കർണാടക അസംബ്ലി ഇലക്ഷൻ. എല്ലാവർക്കും സപ്പോർട്ട്സ് വളരെ ഹൈ ആണ്. അപ്പോൾ ഭയങ്കര നല്ല സപ്പോർട്ട് ഉണ്ട് കേട്ടോ കർണാടക ഇലക്ഷൻ. അപ്പോൾ എന്താവുന്ന അവസ്ഥ അറിയത്തില്ല. ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഹാസ് സൈറ്റഡ് urban voter apathy and the influence of money as key challenges in conducting a fair and robust election process in Karnataka, while announcing the schedule of assembly polls in the state. Voting will be on May 10 and the results are to be announced on May 13. The Bharatiya Janata Party BJP wants to retain the only southern state where it has ever won power. In 2018, a coalition of Congress and Janata Dal Secular had formed the government which collapsed following defections paving area. കോൺഗ്രസിനെ പറ്റി ഇതെല്ലാം ഡിഫെക്ഷനാണ്. മറുകണ്ഠം ചാടിയതുകൊണ്ട് മാത്രം കോൺഗ്രസിന് പണി പാടിയത് മൊത്തം. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നുണ്ട്, റെഫർ ചെയ്യുന്നുണ്ട്, അർബൻ വോട്ടറിൻ്റെ കാര്യം പറയാണ്. അർബൻ വോട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം റെഫർ ടു അർബൻ വോട്ടർ അപ്പതി. അർബൻ വോട്ടേഴ്സിന് പ്രത്യേകിച്ച് ഇന്ന ആളെന്നൊന്നും ഇല്ല, ഒരു ഡിഫറൻസ് കാണുകയാണ് കർണാടകയിൽ. മാത്രമല്ല മണിയുടെ ഇൻഫ്ലുവൻസ് നന്നായിട്ടുണ്ട്. അത് രണ്ടുമാണ് ചലഞ്ചസ് ആയിട്ട് ഇലക്ഷന് വരാൻ പോകുന്ന ചലഞ്ചസ് ആയിട്ട് പറഞ്ഞത്. രണ്ട് ചലഞ്ചസ് ആണുള്ളത്. ഒന്ന്, അർബൻ വോട്ടേഴ്സ് പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ലായ്മയുണ്ട്. മാത്രമല്ല അർബൻ വോട്ടറിൻ്റെ അപ്പതി ആൻഡ് അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസ് ഓഫ് മണി, പൈസ എറിഞ്ഞു കളിക്കും. അതൊരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ഇലക്ഷൻ ഫെയർ ആൻഡ് റോബസ്റ്റ് ഇലക്ഷൻ പ്രോസസ് ആവാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിലാണ് കർണാടക ഇത് പറയുന്നത്. ചലഞ്ചസ് അതൊക്കെയാണ്. എന്നാൽ പോലും വോട്ടിംഗ് നടത്താൻ പോകുന്നത് May 10 റിസൾട്ട് വരാൻ പോകുന്നത് May 13 ഭാരതീയ ജനതാ പാർട്ടി ശരിക്കും പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ ആദ്യമായിട്ട് പവർ വിൻ ചെയ്ത ഒരേ ഒരു ആകപ്പാടെ വിൻ ചെയ്തത് കർണാടകയിൽ മാത്രമാണ്. ഖുഷ്ബുക്കെ കർണാടകയിലാണല്ലോ. ഖുഷ്ബുക്കെ പിന്നെ ഇതിലോട്ട് ചാടിയല്ലോ. എവിടേക്ക് ചാടി? നമ്മുടെ ഇതിലോട്ട് ചാടിയല്ലോ, ഇവിടെ BJPയിലോട്ട് ചാടിയല്ലോ. അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ BJPയിലോട്ട് ചാടി ഇങ്ങനെ ഡിസേർഷൻ പരിപാടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് 2018 കോൺഗ്രസും ജനതാദളും തമ്മിലൊരു കൊളിഷൻ വന്നു. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ അതിന് ശേഷം മറുകണ്ഠ ചാടൽ ഡിഫെക്ഷൻസ് ഒക്കെ ഉണ്ടായി. അങ്ങനെ വന്നുകൊണ്ട് കുറച്ച് പ്രശ്നമായി. അപ്പം BJPയെ സംബന്ധിച്ചത് ഇത്തവണ കർണാടക ഇതാക്കി പോകണം. എന്ത് വേണം?
റിട്ടേൺ ചെയ്ത് കർണാടകയിലെ പവർ റിട്ടേൺ ചെയ്ത് പോയില്ലെങ്കിൽ നടക്കടാ. കാരണം സൗത്തിൽ ആകെപ്പാട് ഇവർ മാത്രമേ വീണ് തന്നിട്ടുള്ളൂ, അതൊരു കാര്യം. അപ്പോൾ പേവിംഗ് ദ വെയിറ്റ് ഫോർ ടു പവർ ഫോർ BJP അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് BS യെഡിയൂരപ്പ. അങ്ങനെ BS യെഡിയൂരപ്പയുടെ ലീഡർഷിപ്പിൽ നമുക്ക് മുന്നോട്ട് പോയി ലീഡർഷിപ്പ് നേടണമെന്ന് തന്നെയാണ് BJPയുടെ ഒരു പ്രത്യേക ആഗ്രഹം. എന്നാ നോക്കാം. ഹി വാസ് ലേറ്റർ റീപ്ലേസ് വിത്ത് ബാസവരാജ് ബൊമ്മായി അല്ലെ. യെഡിയൂരപ്പ ശേഷം എന്തായി, അയാളെ റിപ്ലേസ് ചെയ്ത് ബാസവരാജ് ബൊമ്മായി വന്നു അല്ലെ. ആസ് എ BJP wanted to revoke its terms of engagement with the powerful Lingayat community. എന്താ ലിംഗായത്ത് കമ്മ്യൂണിറ്റി വെച്ചൊരു കളി കളിക്കണം, ദളിത് കമ്മ്യൂണിറ്റി ആണ്, അവരുമായിട്ട് വെക്കണം. which both belong മിസ്റ്റർ യെഡിയൂരപ്പ ആണെങ്കിലും ബസവരാജ് ബൊമ്മൈ ആണെങ്കിലും രണ്ടുപേരും ലിംഗായത്ത് കമ്മ്യൂണിറ്റി ബിലോങ് ചെയ്യുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി മാറ്റി ബസവരാജ് ബൊമ്മയെ പിടിച്ചു വെച്ചായിരുന്നു. എന്നിട്ട് മിസ്റ്റർ യെഡിയൂരപ്പ റിമെയിൻസ് ടു ഫോഴ്സ് ടു റെക്കൺ വിത്ത് ആൻഡ് ദ BJP സെൻട്രൽ ലീഡർഷിപ്പ് ഇസ് നൗ ട്രൈങ് ടു പ്ലക്കേറ്റ് ഹിം. അപ്പോൾ അങ്ങനെ വെച്ച് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ യെഡിയൂരപ്പയെ സംബന്ധിച്ചിടത്തോളം പുള്ളി എന്ത് ചെയ്തു, പുള്ളിയെ മാറ്റി ഇപ്പോൾ ബൊമ്മയെ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ പുള്ളി ഇപ്പോൾ അതിൻ്റെ മുഖവരയ്ക്ക് എടുക്കുക, അതിൻ്റെ ഒരു കാര്യത്തെ പറ്റി മുഖവരയ്ക്ക് എടുക്കുക. അപ്പോൾ BJP എന്താ ചെയ്യുന്നത്, BJP സെൻട്രൽ ലീഡർഷിപ്പിൽ BJP എന്ത് ചെയ്തു, നൈസായിട്ട് പോയിട്ട് പുള്ളിക്ക് തന്നെ ഒന്ന് സമാധാനത്തിൽ രമ്യതപ്പെടുത്തിയേക്കാം എന്നൊരു വിചാരത്തിലായിരിക്കണേ. ലെസ്റ്റ് ഹി റൂയിൻ ദ പിച്ച് ഓഫ് ദ പാർട്ടീസ് റീ ഇലക്ഷൻ ബിഡ്. അല്ലെങ്കിൽ പണി പാടുമെന്ന്, ഇല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ഇയാൾ വല്ലതും നമ്മുടെ ഇലക്ഷൻ കുളമാക്കിയാലോ എന്നൊരു പേടിച്ച് ഇയാളെ നൈസായിട്ട് സമാധാനപ്പെടുത്താനുള്ള ഒരു ലീഡർഷിപ്പ് BJP സെൻട്രൽ ലീഡർഷിപ്പ് നോക്കുന്നതാണ്. പൊളിറ്റിക്സ് ഇൻ സ്റ്റേറ്റ് ഇസ് ട്രഡീഷണലി ഡ്രിവൺ ബൈ 2 ഡോമിനന്റ് കാസ്റ്റ്. നമുക്കറിയാം സ്റ്റേറ്റിൽ, കർണാടക സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം 2 ഡോമിനന്റ് കാസ്റ്റുകളാണ് നമ്മൾ എന്താ പറയുക ഈ പൊളിറ്റിക്സ് അവിടുത്തെ നിയന്ത്രിക്കുന്നത്. ഒന്ന് ലിംഗായത്ത് കമ്മ്യൂണിറ്റി, അടുത്തത് വൊക്കലിഗാസും ലിംഗായത്തുമാണ്, രണ്ടുപേരും കൂടെയാണ് എന്ത് ചെയ്യുന്നത് പൊളിറ്റിക്സ് അവിടെ ഡിപെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവര് അതുപോലെ തന്നെ ആൻഡ് സബ് ടെക്സ്റ്റ് ഓഫ് ദി ലിംഗ്വിസ്റ്റിക് സബ് നാഷണലിസം ദാറ്റ് സർഫസസ് ഒക്കേഷനിൽ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തൊരു ലിംഗ്വിസ്റ്റിക് ഡോമിനൻസിൽ വരുന്ന ഒരു സബ് നാഷണലിസം വരാറുണ്ട്, ഒരു ചെറിയൊരു ഗ്രൂപ്പ് അത്രയും. അതല്ലാതെ മെയിൻ ആയിട്ടുള്ള രണ്ട് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ലിംഗായത്തും വൊക്കലിംഗസുമാണ്. BJP's attempt has been able to alter the social dynamics of the state to create Hindu identity. ഇങ്ങനെ ഒരു സോഷ്യൽ എന്താ പറയുക, ഒരു BJPയുടെ ഈ അറ്റംപ്റ്റ് കാരണം സോഷ്യൽ ഡൈനാമിക്സിൽ നിന്ന് മാറ്റി ഇപ്പോൾ ഒരു ഹിന്ദു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് BJP തൽക്കാലം അത്യാവശ്യം ശ്രമിച്ചു നന്നായിട്ട്. അതങ്ങനെയാണല്ലോ ഇലക്ഷൻ ജയിച്ചത്. ഹിന്ദു ഐഡന്റിറ്റി പൊളിറ്റിക്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് BJP എല്ലായിടത്തും ശ്രമിക്കുന്നത് ഹിന്ദു ഐഡന്റിറ്റി പൊളിറ്റിക്സ്, ഹിന്ദുത്വ അവരുടെ രീതി അതാണ്. That overwhelms caste identities and antagonists to religious minorities. അവർ പ്രത്യേകം വെച്ചാൽ ഈ ഹിന്ദുത്വ ഐഡിയോളജി കൊണ്ടുവരുമ്പോൾ അത് മറ്റു ഹിന്ദു മൈനോറിറ്റീസിനോട് ആന്റഗോണിസ്റ്റിക് ഹോസ്റ്റലിനാണ്. മാത്രമല്ല ഇവർ നൈസായിട്ട് ആൾക്കാരെ കാസ്റ്റ് ഐഡന്റിറ്റീസിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് അഫക്ട്സ് കാസ്റ്റ് ഐഡന്റിറ്റീസ്, നന്നായി വല്ലാണ്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ ത്രൂ പ്രൊപ്പഗാൻഡ ആൻഡ് പോളിസി ദ പാർട്ടി ഹാസ് അഡ്വാൻസ് ഹിന്ദുത്വ ഇൻ സ്റ്റേറ്റ്. ഹിന്ദു കൊണ്ടുവന്നു. ആൻഡ് ദിസ് ഇലക്ഷൻ വിൽ ബി ടെസ്റ്റ് ഓഫ് എക്സ്റ്റെന്റ് ഓഫ് ഇറ്റ് സക്സസ്. ആ ഹിന്ദുത്വ ഐഡിയോളജി എത്രത്തോളം ആൾക്കാരിലോട്ട് വേരുറച്ച് പോയെന്നും അത് മാറ്റം വരുമോ അല്ലെങ്കിൽ അത് തന്നെയാണോ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റ്, അതിന് പറ്റിയൊരു പരീക്ഷണമാണ് ഇനിയുള്ള ഇലക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കിക്കാണാം അല്ലേ. അടുത്ത പാരഗ്രാഫിൽ പറയുകയാണെങ്കിൽ മിക്സ് ഓഫ് ഡീപ്ലി ഡിവിസീവ് ക്യാമ്പയിൻസ് അറൌണ്ട് ദ വെയറിംഗ് ഓഫ് ദ ഹിജാബ് ഇൻ സ്കൂൾസ്. നമ്മൾ കണ്ടായതല്ലേ, ഹിജാബ് ഇഷ്യൂ കർണാടകയിൽ വന്നിരുന്നു, ഹൈക്കോടതിയിൽ വന്നൊരു കാര്യമാണ്. ഹിജാബ് ഇൻ സ്കൂൾസ്, ഇന്റർഫെയ്ത്ത് റൊമാൻസ്, അടുത്ത പ്രശ്നം ഇന്റർഫെയ്ത്ത് റൊമാൻസ്, റിലീജിയസ് കൺവേർഷൻസ്, ഡിസ്റ്റോർഷൻ ഓഫ് ഹിസ്റ്ററി ടു പെയിന്റ് ദ ആന്റി-ബ്രിട്ടീഷ് ടിപ്പു സുൽത്താൻ ആസ് ആൻ ആന്റി-ഹിന്ദു ഡെസ്പോ ഹാവ് ഗെയിൻഡ്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് അറിയാം. ഹിജാബ് ഇൻ സ്കൂൾസ് ഒരു ഇഷ്യൂ വന്നായിരുന്നു, വെയറിംഗ് ഓഫ് ഹിജാബ് ഇൻ സ്കൂൾസ്, ഇന്റർഫെയ്ത്ത് റൊമാൻസ്, റിലീജിയസ് കൺവേർഷൻസ്, പിന്നെ ഹിസ്റ്ററിനെ ഡിസ്റ്റോർട്ട് ചെയ്യുക, ഓൾട്ടർ ചെയ്യാണ്. എന്നിട്ട് പിക്ചർ ചെയ്യാൻ ശ്രമിക്കുവാണ് ബ്രിട്ടീഷിനെതിരായ ബ്രിട്ടീഷ് ടിപ്പു സുൽത്താനെ ഒരു ആന്റി ഹിന്ദു ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നോക്കുവാണ്. അതൊക്കെ ആവശ്യമൊരു അങ്ങനെ ഹാസ് ഗെയിൻ ദ BJP a strong position. അങ്ങനെയൊക്കെ അതൊക്കെ മുന്നോട്ട് വെച്ചപ്പോഴാണ് സ്ട്രോങ് പൊസിഷൻ എവിടെ കിട്ടിയത്, നമ്മൾ BJPക്ക് കർണാടകയിൽ കിട്ടിയത്. ബട്ട് it has also created new tensions that could be counterproductive of the party. പക്ഷെ പുതിയ ഒരുപാട് ടെൻഷൻസ് BJP ഇവിടെ കർണാടകയെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവാൻ ഒരു ചാൻസ് ഉണ്ട്. The rise of Islamist politics gives additional ammunition for BJP's politics in the state. ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സ് കൊണ്ടുവരാൻ കാരണമായത് ആരാണ്, BJP ആണ്. അപ്പം അങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് തന്നെ BJPക്ക് BJPക്ക് എതിരായിട്ടൊരു ആയുധമാകാനൊരു വെപ്പൺ ആകാനൊരു ചാൻസ് ഉണ്ട്. അഡീഷണൽ വെപ്പൺ ആയിട്ട് അത് മാറാനുള്ളൊരു ചാൻസ് ഉണ്ട്. കോൺഗ്രസ് ഹാസ് എ റോബസ്റ്റ് ഗ്രൗണ്ട് ഗെയിം ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു റോബസ്റ്റ് ഗെയിം ഉണ്ട് കോൺഗ്രസിന് ഇൻ കർണാടക.
കർണാടകയിൽ കോൺഗ്രസ് നല്ലൊരു പ്ലേസ് ഉണ്ട്, ആസ് വെൽ ആസ് ലോക്കൽ ലീഡേഴ്സ് ഹു ഹാവ് ദർ കപ്പാസിറ്റി ആൻഡ് ദ വിൽ ടു ഗിവ് BJP എ സ്പിരിറ്റഡ് ചാലഞ്ച്. അതുപോലെ ലോക്കൽ ലീഡേഴ്സ് ഒരുപാട് പേരുണ്ട് കർണാടകയിൽ. BJP ശരിക്കും ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി, നന്നായിട്ട് പരീക്ഷിച്ചു വിടാൻ വേണ്ടി പറ്റുന്ന ലോക്കൽ ലീഡേഴ്സ് ഉണ്ട്. അതിനുള്ള വില്ലും കപ്പാസിറ്റി ഉള്ള ലോക്കൽ ലീഡേഴ്സും അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റാൻസ് ഇവിടെ കർണാടകയിൽ കോൺഗ്രസിനും ഉണ്ട്. The outcome of the Karnataka elections will have ripples across the country. ഉറപ്പായിട്ടും നന്നായിട്ട് ഓളം സൃഷ്ടിക്കാൻ കഴിവുണ്ട് കർണാടകയുടെ ഇലക്ഷന്. കൺസിഡറിംഗ് ദാറ്റ് ടു നാഷണൽ പാർട്ടീസ് BJP and the Congress are face to face. സത്യം ഇത്തവണ കർണാടക വലിയൊരു നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, രണ്ട് നാഷണൽ പാർട്ടീസ് തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. അതാണ് BJP and Congress. അതാണ് നമ്മുടെ കർണാടകയിലെ വലിയ എല്ലാവരും നോക്കിക്കാണുന്ന ഒരു ഇഷ്യൂ ആയിട്ട് പറയുന്നത്. BJP hopes to neutralize the Janata Dal and the political dominance of two dominant caste groups. Janata Dal നന്നായിട്ടൊന്ന് ഒതുക്കാനും അതുപോലെ പൊളിറ്റിക്കൽ ഡോമിനൻസ് ഓഫ് രണ്ട് ഡോമിനന്റ് കാസ്റ്റ് ഗ്രൂപ്പിനെ ഒതുക്കാനൊക്കെ ഉള്ള ഒരു പ്ലാനിലാണ് BJP നോക്കണേ. ദ കോൺഗ്രസ് ഓൺ ദ അതർ ഹാൻഡ് ഹാസ് യെറ്റ് ടു ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് ഇറ്റ് വുഡ് ലീവ് നോ സ്റ്റോൺ അൺടേൺ ടു വിൻ ദ ക്രൂഷ്യൽ ബാറ്റ്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരീക്ഷ തന്നെയാണ് കേട്ടോ. എല്ലാ രീതിയിലും പ്രതീക്ഷിച്ച് നോക്കിക്കോണം. ദേ മസ്റ്റ് ലീവ് നോ സ്റ്റോൺ അൺടേൺ. എന്നാലേ ഈ ബാറ്റിൽ വിജയിക്കുള്ളൂ, ഇല്ല പറ്റില്ല കേട്ടോ. Considering the high stakes, നല്ല സപ്പോർട്ടുണ്ട്. ദ ചാൻസ് ഓഫ് ടോക്സിക് ക്യാമ്പയിൻ സീസൺ ആർ റിയൽ. ഇങ്ങനത്തെയുള്ള ഒരു സപ്പോർട്ട് കണ്ടിട്ട് നമുക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ എനിക്ക് നല്ല ടോക്സിക് ക്യാമ്പയിൻ സീസൺ ആയിരിക്കും വരാൻ പോകുന്നത് and വന്നുകൊണ്ടിരിക്കുന്നത്. The Election Commission of India needs to keep the campaign civil and in adherence to the model code of conduct. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്ത് ഉറപ്പ് വരുത്തണം? ഇലക്ഷൻ കമ്മീഷൻ നിർബന്ധമായിട്ടും ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ക്യാമ്പയിൻ വളരെ സിവിലായിട്ട്, വളരെ എന്താ പറയുക, മാന്യമായിട്ട്, സിവിലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ, അതുപോലെ തന്നെ മോറൽ കോഡ് ഓഫ് കണ്ടക്റ്റ് ഒക്കെ പാലിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പയിനാണ് ഇവർ നടത്തുക എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് ഇലക്ഷൻ കമ്മീഷന്റെ പ്രത്യേകതയാണ്. അത് പറഞ്ഞുകൊണ്ട് ഇവിടെ അനലിറ്റിക്കൽ ആർട്ടിക്കിൾ അവസാനിക്കുകയാണ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ എവരിവൺ. അല്ലെ, ഇത് കൂടുതൽ നമ്മൾ അതിനെപ്പറ്റി പറയുന്നത്, നിങ്ങൾക്ക് അതിന് ബാക്കി വായിച്ചെടുക്കാനുള്ള ബോധം നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ട്. സോ ഇതാണ് ഇലക്ഷൻ അവസ്ഥ കേട്ടോ. എന്തായാലും ഇനി ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയത്, കർണാടകയിൽ BJPയും കോൺഗ്രസ് തമ്മിലാണ് ഇഞ്ചോടിഞ്ച് പോരാടാൻ പോകുന്നത്. ഓക്കെ, അതാണ് ഇത് മെയിൻ ആയിട്ട് ഇതായിട്ട് കാണുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. BJPയും കോൺഗ്രസ് തമ്മിലുള്ള ഒരു ഇതായതുകൊണ്ട് തന്നെ. മനസ്സിലാക്കി എല്ലാവരും തമസപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. Once you make a decision, it is insurmountable by others. Yes, people around tantalize me. Okay, Jyotika. Insurmountable Everest was surmounted by Edmund Hillary. പിന്നല്ല. ഓക്കെ, സെറ്റാണല്ലോ. സെറ്റാണെങ്കിൽ ഒരു തംസപ്പെട്ടുള്ളൂ പിള്ളേരെ, മനസ്സിലാക്കി തംസപ്പെട്ടുള്ളൂ. നമ്മുടെ ക്വസ്റ്റൻ ഇതാണ്. വെൽ മീനിങ് ക്രെഡിബിൾ ഒപ്പോസിഷൻ ദാറ്റ് റൈസസ് ദ ലെവൽ ഓഫ് പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് ഇൻ തമിഴ്നാടു കെൻ സർട്ടൻലി എയ്ഡ് ഇൻ ഗവേണൻസ്. ഇതായിരുന്നു ക്വസ്റ്റൻ. കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റൻ ആണ്. ആൻസർ എത്ര പേര് തന്നു ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. ഞാൻ നോക്കിയപ്പോൾ ലെറ്റ് മീ റീഡ് ആൻഡ് ലെറ്റ് മീ സി എത്ര പേര് തന്നു എന്ന ആൻസർ ഒന്ന് ഞാൻ നോക്കട്ടെ. അപ്പോൾ ഇപ്പോൾ ആൻസർ വേഗം തന്നേ ആൾക്കാർ വേഗം തരൂ പിള്ളേരെ, ആൻസർ തരൂ. ലെറ്റ് മീ ഗെറ്റ് യുവർ സെന്റൻസ്. എത്ര പേര് തന്നു നോക്കട്ടെ. ഓക്കെ, വളരെ കുറച്ച് പേരെ തന്നിട്ടുള്ളൂ, 4 പേരെ തന്നിട്ടുള്ളൂ ശരിക്കും ആൻസർ. പോരാ, അത് പോരല്ലോ, അങ്ങനെ അല്ലല്ലോ നമ്മുടെ ഒരു രീതി, അങ്ങനെ അല്ലല്ലോ. വേഗം ആൻസർ തരൂ എനിക്ക്. Can I get your answer, people? റൈസും തമ്മിൽ മാറിപ്പോയതല്ലേ? റൈസ് ഇൻക്രീസ് ചെയ്യാന്നുള്ളതാണോ? ഇൻക്രീസ് ലെവൽ ഓഫ് പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് ആണോ? അല്ല, ഇറ്റ് റൈസസ്, ഉണർത്തുക അല്ലെ, ഉയർത്തുന്നു. എന്തുയർത്തുവാണ്? റൈസ് എന്ന് പറഞ്ഞാൽ ഇൻട്രാൻസിറ്റീവ് വേർബ, പക്ഷെ റേസ് ട്രാൻസിറ്റീവ് വേർബ. അതിന് ശേഷം ഒബ്ജക്റ്റ് വേണം. ഇവിടെ റേസ് ആണ് വേണ്ടത്. റേസസ്, ഒപ്പോസിഷൻ ദാറ്റ് റേസസ് ദ ലെവൽ ഓഫ് പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ്, ഉയർത്തുന്നു അല്ലെ, പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിന്റെ ലെവൽ ഉയർത്തുന്നു എന്നാണ് ഇവിടെ വരേണ്ടത്. റേസ് അല്ല കേട്ടോ, വിനു റേസസ് ആ കേട്ടോ. ഒപ്പോസിഷന്റെ അല്ലെ തൊട്ട് മുമ്പുള്ള ഇത് കൊടുത്ത്, ദാറ്റിന് തൊട്ട് മുമ്പ് ഒപ്പോസിഷൻ സിംഗുലർ ആണ്, അപ്പൊ അതുകൊണ്ട് റേസസ് എന്ന സിംഗുലർ കൊടുക്കണം. ദാറ്റ്സ് ഇറ്റ്. യാ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സ്കോട്ട്ലൻഡ് ഹാസ് മോർ ഇമ്മീഡിയറ്റ് പ്രയോറിറ്റീസ് ദാൻ ടു വർക്ക് ടുവേർഡ്സ് ഇൻഡിപെൻഡൻസ്. ഇതാണ് ക്വസ്റ്റ്യൻ. നല്ല ശ്രദ്ധയോടെ നോക്കുക. ഇതുവരെ നമ്മൾ ചെയ്യാത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എക്സാമിനൊക്കെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് നോക്കാം, ചെയ്തു നോക്കാം. ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം, നമുക്കത് സെറ്റാക്കി എടുക്കാം. സിമ്പിൾ സെൻറ്റൻസ് ഫോം ചെയ്താൽ മതി. ചോദിക്കുക പയ്യെ ഇമ്പ്രൂവ് ചെയ്യും കേട്ടോ. പയ്യെ എങ്ങനെയാണ് ഇവിടെ ഉള്ളവർ വന്നവരെല്ലാവരും പയ്യെ സിമ്പിൾ സെൻറ്റൻസ് ഫോം ചെയ്ത് തുടങ്ങിയവരാ. ഇമ്പ്രൂവ് ചെയ്യാൻ പയ്യെ അതിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ,
സോ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തൊരു ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ നമുക്ക് 2 ടെലിഗ്രാം ചാനലുണ്ട്. KPSC ഷോർട്ട് സെലക്ഷൻ അതുപോലെ തന്നെ അഡാ 24/7 കേരള സെൻട്രൽ എക്സാംസ്. രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോട്ട്സും PDF നോട്ട്സ് അതുപോലെ തന്നെ നമ്മുടെ വേർഡ് ഫോർ ദ ഡേ എല്ലാ ദിവസവും അതുപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടാൻ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ കണക്റ്റഡ് ആയിരിക്കുക. 2 ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് പീപ്പിൾ. കീപ് വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട. ഇഫ് യു റിയലി ലൈക്ക് മൈ സെഷൻ, ഷോ മി സം love and support by liking the session. അതുപോലെ തന്നെ ഇഫ് യു റിയലി കെയർ ഡു ഷെയർ ടു അതേഴ്സ്. മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കോമെന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ആൻസേഴ്സ് പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. സജഷൻസും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഓൾവേസ് വെൽക്കം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. യു വാച്ചിങ് അഡാ 24/7 മലയാളം ചാനൽ. നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടേ ഇരിക്കുക കേട്ടോ. താങ്ക് യു. ബൈ.